രണ്ടുപേരേ കൂളാണ്. എന്റെ പുറകെ നൈസായിട്ട് വന്നു. നൈസായിട്ട് കവർ ഫയറാ. അവനെ അടുത്ത് കുറയോ നൈസ്. ബോട്ടാ രാവിലെ എഴുത്ത് തുടങ്ങി. ഇതിനൊരു അവസാനം ഇല്ലടാ. 24 മണിക്കൂർ എഴുത്ത്. ആ ലാമ്പ് കണ്ടോ? കുറെ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലോ. കുറെ പൊളിക്കാതെ കേട്ടോ. നീ ഇതൊക്കെ വിട്ട് ലൈഫുള്ളല്ലോ എഴുത്. ചുമ്മാ രാവിലെ തുടങ്ങും. ആ നല്ല ലാമ്പ് കണ്ടോ? ആരോട് പറയാൻ കരിക്കാതെ ലാമ്പ് കണ്ടോ? നമ്മുടെ റൂമിലെ ബാത്റൂമിൽ കാണും. എവിടെ? അവിടെ. ഇതൊക്കെ എന്തിനാ അവിടെ കൊണ്ടുവയ്ക്കുന്നു? എല്ലാമാരും വലിക്കുന്നമാരല്ലേ? 2-3 കൂടുതൽ വാങ്ങിച്ചൂടെ? ഒറ്റ ദിവസം കാണൂല. വലിക്കണമെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം. ആശം പിടിക്കാൻ ഇവിടെ ഒന്നും ഇല്ല. എന്ത് ഇതെവിടെ കിട്ടി? ഞാനൊരു എനിക്ക് കക്കൂസ് പോകണം. ഞാനിപ്പോ 5 മിനിറ്റത്തെ കാര്യം ഇത് കഴിയിട്ട് കേൾക്കണം. പറ്റണില്ലടാ. നീ കഥ കേട്ടിട്ട് ഞാൻ കേട്ടെ. നീ ഒരു കാര്യം ചെയ്യും. നീ ഇവിടെ നിന്ന് പറഞ്ഞു. നീ ഒന്ന് കേൾക്കണം. നീ ഇവിടെ നിന്ന് പറഞ്ഞു. ഞാൻ കേട്ടോളാം. എന്നിട്ട് പോ. നീ പറഞ്ഞു. ഹരി, ഞാൻ കുളിച്ചോണ്ട് വന്നപ്പോഴേ അപ്പുറത്തെ തെങ്ങിന്റെ മുകളിലൊരു ചേട്ടൻ. എന്നിട്ട് സാധനം പോലെ കണ്ട കണ്ടിരുന്ന് പോകുന്നിട്ട് വീണാണ്. ഓ എന്നിട്ട് നീ ഒന്നും ബോധപ്പെടുന്നില്ലല്ലോ. പപ്പടം ബ്രാഹ്മിൻസിന്റെ ആണോടാ? അല്ലടാ പൊലേനാ വേണോ? ലൈറ്റ് മാൻ. ഇവിടെ എന്തൊരു നാറ്റം? താഴത്തെ വേസ്റ്റിന്റെ ആയിരിക്കും. നീ കഴിക്കുന്നില്ലേ? ഇല്ല, വിശപ്പില്ല. എങ്ങനെ വിശക്കും? 24 മണിക്കൂറും കളിയല്ലേ? ഇഷ്ടംപോലെ സമയമുണ്ട്. ഫോണിന്റെ ചാർജ് തീരും വരെ കളി. അതെന്റെ പാത്രം. ചോറ് വെന്തിട്ടില്ലല്ലോ. അതെ, നാട്ടിൽ നിന്ന് വരുമ്പോഴേ റേഷൻ അരി അല്ലാത്ത അരി കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കുറച്ചെടുക്കടോ, കുറച്ചേ ഉള്ളൂ. ഞാൻ കുറച്ചേ എടുക്കണുള്ളൂ. ഞാൻ ഡൈറ്റിംഗ് ആണെന്ന് നിനക്ക്. അത് വെള്ളം അടിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്. എനിക്കുള്ള പപ്പം നീ ഒരെണ്ണം കഴിച്ചാൽ മതി. ഹിമല വിളിച്ചാ? ഹിമല വിളിച്ചാ? എന്നെ ആരും വിളിച്ചില്ല. നീ ദേഷ്യപ്പെടുന്നു. പിന്നെ എന്റെ പപ്പടം എടുത്തോണ്ട് പോയാ? കൊച്ചു പിള്ളേരെ പോലെ ഒരു പപ്പടത്തിൽ തീരുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? ആണ്. അജിത്തേ, അതെങ്ങനെ ഇവിടെ പാട്ടും ബേളവും അല്ലേ, ഉത്സവവും? എന്തിനാണ് നീ പാട്ട് ഓഫ് ചെയ്തേ? നീ സെർബിയൻ ഫിലിം കണ്ടാണോ?
ആ കണ്ടതാ. നീ കണ്ടതോ കണ്ടു, പിന്നെ എന്തിനാണ് ഈ മയിലേക്ക് സിസ്റ്റത്തിൽ കോപ്പി എടാ ഇട്ടേക്കുന്നത്? നീയല്ലേ പറഞ്ഞ നല്ല പടങ്ങൾ കാണണമെന്ന്. ഇതാണ് നല്ല പടം. എടാ ഇത് വേൾഡ് മസ്റ്റ് വാച്ച് ഫിലിം ആടോ. പിന്നെ പല്ലടിച്ച് വായി കൊടുക്കണതും ജനിച്ച കൊച്ചിനെ അങ്ങനെ എടുത്ത് ചെയ്യുന്നതല്ലേ മസ്റ്റ് വാച്ച്. ഏതാ സിനിമ? യോ ബ്രോക്ക് പറ്റിയ പടമൊന്നും അല്ല. അതെ, തനിക്ക് പറ്റിയ ഒന്നുമില്ല എൻ്റെ അകത്ത്. അടിച്ചു മാറ്റം ഒന്നുമില്ല. അത് അടിച്ചു മാറ്റിയാൽ തന്നെ നാട്ടുകാർ പിടിച്ചിരിക്കും. എടോ അതിന് ഞാൻ ഏത് പടം അടിച്ചു മാറ്റിയേ? താൻ എന്റെ കഥ വല്ലതും കേട്ടിട്ടുണ്ടോ? ചുമ്മാ അതും പറയല്ല ഇത്. ശരി, തന്റെ കഥയൊന്നും അടിച്ചു മാറ്റിയതല്ല. പിന്നെ എന്താ ആരും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത? ഇന്നലെ കെട്ടിയൊരുക്കി പോകുന്നുണ്ടായിരുന്നല്ലോ. ആ അതെന്താടാ ഇന്നലെ പോയിട്ട്? സ്ഥിരം ഡയലോഗ്. അടുത്ത 4 പടത്തിന്റെ സ്ക്രിപ്റ്റ് ലോക്കാണ്. വെറൈറ്റി ആണല്ലോ. വേറെ വല്ല പണിക്കും പോ മനുഷ്യ. ഇതിപ്പോ ഇയാളെ വീട്ടുകാരെയാണ് സമ്മതിക്കുന്നത്. എത്ര പ്രായമായെന്ന്. അതെ, കുടുംബക്കാരെ പറയണ്ട കേട്ടോ. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ സ്ക്രിപ്റ്റ് സിനിമ ആവണ്ടേ എന്ന് പറഞ്ഞ് നാളെ അങ്ങോട്ട് കയറി ചെന്ന് എനിക്ക് ചാൻസ് തരാനേ എന്റെ അപ്പൂപ്പ മോഹൻലാലും മമ്മൂട്ടി ഒന്നും അല്ല. പിന്നെ അവര് കയറിയത്? എടാ നീ ചുമ്മാ എക്സ്ക്യൂസ് പറഞ്ഞോണ്ടിരിക്കല്ലേ. നീ പാർട്ട് ടൈം ആയിട്ട് വല്ല പണിക്കും പോ. നീ ഇവിടുത്തെ റൂമിന്റെ കാര്യവും ഇവിടുത്തെ ചിലവൊന്നും നോക്കണ്ട. നിനക്ക് സിഗരറ്റ് വലിക്കാനാണെങ്കിൽ വല്ലവന് മുമ്പ് ഇറക്കണ്ടല്ലോ. പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് കഴിവില്ലാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു കാലപരിധി ഇല്ലെന്നേ. പിന്നെ ഇതിപ്പോ എല്ലായിടത്തും പോയിട്ടും റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇയാൾക്ക് കഴിവില്ല. സത്യം. ഇപ്പൊ 2 വർഷമായില്ലേ എറണാകുളത്ത് വന്നിരിക്കാൻ തുടങ്ങിയിട്ട്, എഴുത്തൊന്നും പറഞ്ഞോണ്ട്. സ്ഥിര സീനാണല്ലോ. എല്ലാരും കൂടെ ഹരിബ്രോനെ താറ്റിയതൊന്നും അല്ലടാ, കാര്യം പറഞ്ഞതാ. എന്റെ പൊന്നു ബ്രോ, സിനിമ വിടണമെന്നും അല്ല ഞാൻ പറഞ്ഞത്. കൂടെ വേറെ എന്തെങ്കിലും കൂടെ നോക്കിക്കൂടെ എന്നാ. നിന്ന് പോണ്ടേ? അത് ശരിയാ ഹരിബ്രോ. ഈ ജിതിൻ റൂമിലേക്ക് ഒരു സിനിമക്കാരനൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ പ്രതീക്ഷ. എന്തൊക്കെയായിരുന്നു നിങ്ങൾ ലിജോ ജോസ് പല്ലിശ്ശേരി, ഞാൻ ടിനു പാപ്പച്ചൻ, നിങ്ങൾ സിഗരറ്റ് വലിക്കുക എന്റെ പുറകെ എന്റെ കിടക്കുന്ന അവസ്ഥയാണല്ലോ. ഹരിക്കുള്ള കൂട്ടുകാർ പറയും പോലെ നിനക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നീ ഒരു സിനിമ ചെയ്ത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ അതുവരെയുള്ള സമയം ഇങ്ങനെ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? നീ ആ ബാലറ്റിന്റെ കസ്റ്റൻ്റായിട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ. നിനക്ക് ആ വഴിക്കൊന്ന് ശ്രമിച്ചുകൂടെ? എടാ അങ്ങനെയെങ്കിലും മട്ടച്ചെലവിനുള്ള കുറച്ച് കാശുണ്ടാക്കാൻ നോക്ക്. എടി അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വരുന്നത് എത്ര നാളാണ്? അതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്ത് പറഞ്ഞാലും നിനക്ക് നെഗറ്റീവാണ്. എന്നാ നീ ആ അൽഫോൺസ് പുത്രനെയോ മറ്റേ ശ്യാം പുഷ്കരനെയോ അവരെ പോലെ നല്ല കഥ എഴുതാൻ നോക്ക്. നിന്റെ ഈ പൊട്ട പൈങ്കിളിയും തൊട്ടി വയലൻസും ഒക്കെ വിട്ടിട്ട്. അതിന് ഇയാൾ എന്റെ കഥ വല്ലതും കേട്ടിട്ടുണ്ട്? 3-4 നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണല്ലോ. എടാ അതൊക്കെ മാറ്റിയതാടോ. ഇത് തന്നെയാണല്ലോ എപ്പോഴും പറയുന്നത്. എന്നിട്ട് എന്താ മനുഷ്യ ഒന്നും സെറ്റ് ആവാത്ത? എടാ എത്ര പേരാണെന്ന് പറയും പുതിയ കഥ വേണമെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്ന കണ്ടായിരുന്നല്ലോ. എടാ മറ്റേ ആനഗസ്റ്റിന്റെ കെട്ടിയോന്നില്ലേ, ആ സിനിമാറ്റോഗ്രാഫർ, മറ്റേ മുടിയൊക്കെ കളിച്ച സന്തോഷം. നിന്റെ വല്യച്ഛൻ. എടാ ജോമോണ്ടി ജോൺ. ജോമോണ്ടി ജോൺ. പുള്ളി ഇന്നലെ കൂടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നുള്ളൂ, പുതിയ കഥ വേണമെന്ന് പറഞ്ഞിട്ട്. തനിക്ക് അങ്ങോട്ട് പോകൂടെ? എടാ അവരുടെയൊക്കെ അടുത്ത് എത്ര പേര് പോകുന്നതാണ്. അപ്പോഴാണ് നമ്മൾ പുതിയൊരു കഥ കേട്ട് അവിടെ വന്നത്. അവനൊന്നും പറ്റൂല. മണിരത്നം വീട്ടിൽ വരണം, ഒരു സിനിമ ചെയ്താലോ ഹരി എന്നും പറഞ്ഞു. എന്നാ അവൻ ചെയ്യും. എന്നാ പിന്നെ തന്റെ തന്തയോട് പറ പ്രൊഡ്യൂസ് ചെയ്യാൻ. തന്റെ തന്തയ്ക്ക് വിളിച്ചൊന്നും അല്ല ഞാൻ. മറ്റേ ആ പടം ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു പടം? ധ്രുവങ്ങൾ 16. അതിന്റെ പ്രൊഡ്യൂസർ ആരാണെന്ന് അറിയാമോ? അതിന്റെ ഡയറക്ടറിന്റെ അച്ഛൻ തന്നെയാണ്. അതുപോലെ എന്തോരം ഓപ്ഷൻ കിടക്കുന്നു മനുഷ്യ. നിങ്ങൾക്കൊന്ന് ഇറങ്ങി ശ്രമിച്ചുകൂടെ? ഇത് എല്ലായിടത്തും പോയിട്ട് ഈ രജിസ്ട്രേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു കാര്യമുള്ളൂ, കഴിവ്. അത് തന്നെ. ഹരി നീ കുറച്ചാളോടെ നോക്ക്. എന്നിട്ട് നടക്കൂലെങ്കിൽ നീ പരിപാടി നിർത്ത്. നിന്നെ തീറ്റി പോരുന്ന പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കായിരുന്നു. ഇയാളുടെ ആര് കെട്ടണ്ടെന്ന് പറഞ്ഞു? തനിക്ക് കെട്ടിക്കൂടി? പെങ്ങളെ കെട്ടിക്കണം. അതിന് തന്റെ പെങ്ങള് കെട്ടിയതല്ലേ? ഇന്നത്തെ കാലത്ത് ഒന്ന് കെട്ടിയാ പോരാ. ഒന്ന് കെട്ടിയാ പോരി. നീയേ എന്നെ ഉപദേശിച്ചോണ്ടിരിക്കാതെ ഹിബനെ വിളിച്ചിട്ട് റമ്മ് വേണ്ടെന്ന് പറ. വയ്യ തൊണ്ട കുത്തിച്ചാവൻ. അതെ, ഞാൻ പറഞ്ഞ അല്പം കൂടി പോയി. ആവശ്യത്തിന് പറഞ്ഞു. ഞാനും നാട്ടിലെ കൂട്ടുകാരും കൂടെ ചേർന്നേ ഇവനെ പ്രോത്സാഹിപ്പിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് പറയണതിന് ഒരു പരിധിയുണ്ട് മനുഷ്യൻ. ശരിക്കാറ് നിങ്ങളാകുമ്പോൾ പഴയ കളിക്കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് എന്തു പറയാം. തുടങ്ങിക്കോ, ഞാൻ സപ്പോർട്ട് ചെയ്തോളാം. 2 അടിച്ചിട്ട് നിന്റെ സിനിമ പ്രാന്ത് ഞാൻ മാറ്റി കൊടുക്കാം. നാട്ടിൽ നിന്ന് നിന്റെ അമ്മ വിളിച്ചിട്ട് ദിവസം എൻ്റെ അടുത്താണ് കരച്ചിൽ. അവരവിടെ നിന്ന് കരയും, ഞാൻ ഇവിടെ നിന്ന് കേൾക്കും. ഈ തെണ്ടി വല്ല പണിക്കും പോയിട്ടായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്തത്. ഇത് ഒരു ഉഴപ്പണം. മലമല്ലൂയ തക തക മലമല്ലൂയ മലമല്ലൂയ തക തക മലമല്ലൂയ. പെയ്യട്ടെ മഴ പെയ്യട്ടെ കക്കുത്തിക്കോവില് കായൽ വരമ്പില് കക്കലഞ്ഞുണ്ടിന് കുഞ്ഞിന് കുഞ്ഞിന് കണ്ണിൽ കണ്ണിൽ കാണാക്കിന്നാരും. നമ്മളെ കൂട്ടാതെ പടത്തിന് പോയിട്ട് വരുന്നു. കള്ള പന്നി. എനിക്കറിയായിരുന്നു അവൻ തേക്കൊന്നും. എന്തായാലും ഒറ്റയ്ക്ക് പോകില്ല. ഉറപ്പല്ലേ? അവള് വന്നല്ലോ. സാധനം കിട്ടിയിട്ടുണ്ട്. റമ്മൊന്നും അല്ലല്ലോ അല്ലേ? തിരിഞ്ഞോക്കടാ. റമ്മ അല്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ഏത് പടത്തിനാണത്? എങ്ങനെയുണ്ട്? അടിപൊളി പടം. നീ അല്ലേ പടം കൊള്ളില്ല അന്ന്? ഞാനോ? അല്ല നീ മനുഷ്യൻ. എന്തോടാ പടത്തിന് പ്രശ്നം? കൊള്ളാല്ലേ? എടാ നാട്ടിൽ റിവ്യൂ എഴുതുന്ന എന്റെ കസിൻ അല്ലേ, അവനാണ് പറഞ്ഞത് കൊള്ളൂലെന്ന്. അവന്റെ റിവ്യൂ പൊതുവെ ബോറാണ്. സദാചാരമല്ലേ തീം?
കണ്ടു നോക്കടാ, മസ്റ്റ് വാച്ചാണ്. ഇന്ന് കുറെ മസ്റ്റ് വാച്ച് ആയി. പടത്തിന് പോയി. എവിടെ പോന്നു? കറിയോ കരിയോ ഇതെന്താ? മതി. കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാണ്. ഹരി, ആ. താനല്ലേ പറഞ്ഞ പടം കൊള്ളത്തില്ല. എന്നിട്ട് ഓൻ പറയുന്നുണ്ടല്ലോ കൊള്ളാന്ന്. ഏത് ഇഷ്ടമാണോ? എടാ ഞാനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ സെറ്റിൽ പോയതാണ്. കാരണം എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പിന്നെ ഡയറക്ടർ അടിപൊളിയായിരിക്കും, മേക്കിംഗ് പിടിച്ചാണ്. ഇത് അംഗീകരിക്കാൻ പഠിക്കണോ? താൻ മാത്രമല്ല സിനിമക്കാരൻ, അത് മനസ്സിലാക്കണം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ സദാചാരം ആയതുകൊണ്ട് സ്ഥിരം ക്ലീശ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. സദാചാരത്തിന് എന്തോ ഒരു സ്കോപ്പ് ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ റിസ്ക്കും ഉണ്ട്. സ്കോപ്പ് ഉണ്ടെന്ന് എഴുതി ബ്രോ. ഞാൻ സദാചാരത്തിനെ ബേസ് ചെയ്തൊരു സ്ക്രിപ്റ്റ് എഴുതിയതാണ്. എടാ ഇതിന് നിനക്ക് ഓർമ്മയില്ല? എന്റെ ആ ഷോർട്ട് സ്റ്റോറി എല്ലാം കൂടി ഒരു ബുക്കായിട്ട് എഴുതി നമ്മുടെ അയ്യോ, മരണമല്ലേ? ഓർമ്മയുണ്ട്. ചെറുകഥയാ, സിനിമയൊക്കെ പറ്റില്ല. ഞാൻ പറയാം, സിനിമയാക്കാൻ പറ്റുവാണെങ്കിൽ അത് പറ, കൊള്ളാന്ന് നോക്കട്ടെ. വേഗം പറ, പറഞ്ഞിട്ട് വേണം നമുക്ക് അടിക്കാൻ. ആടോ മതി. ഓക്കേ, പറയണില്ലേ? അടിക്കാൻ അതാണ് നല്ലത്. ഇയാള് പറയുന്നുണ്ടോ? ജാട മാത്രമേ ഉള്ളൂ, കഥയൊന്നും ഇല്ലടാ. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ റിസൾട്ട് വന്നപ്പോൾ അവന് നല്ല മാർക്കുണ്ട്. അമ്മ എടുത്ത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞിട്ട് അമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇവനെ പഠിപ്പിച്ചതും വളർത്തിയതും. അപ്പോൾ ഈ റിസൾട്ട് വന്നതിൻ്റെ സന്തോഷത്തിൽ അമ്മയും മോനൂടെ കൂടി ഒരു ബീച്ചിൽ പോയി. കാരണം ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മ അങ്ങനെ ദൂരത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല. അങ്ങനെ ബീച്ചിൽ അമ്മയും മോനോട് ഇരുന്ന് കാറ്റൊക്കെ കൊള്ളുന്ന സമയത്ത് ചൂട് കൂടുതൽ കാരണം അമ്മ മോനൊരു കുട ചൂടി കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് ദൂരെ മാറി കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. കുടയുടെ ചൂടി കൊടുത്തപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അമ്മയുടെ മോൻ്റെ അടുത്ത് വന്ന് ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ മോൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ചേട്ടന്മാരുടെ പണി നോക്കിപ്പോ ചേട്ടന്മാരെന്ന് മോൻ പറഞ്ഞു. അത് ഇവർക്ക് ഇഷ്ടമായില്ല. ഇവര് മോനെ തല്ലി. ബീച്ചിൽ വന്നിരുന്നിട്ട് തലവഴി കാണിക്കുന്നോടാ നായിൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് അവർ തല്ലിയത്. അത് കേട്ട് അമ്മ കരഞ്ഞു പറഞ്ഞത് എൻ്റെ മോൻ തന്നെയാണ്. അപ്പോൾ അവർ തെളിവ് ചോദിച്ചു. തെളിവില്ലാന്ന് പറഞ്ഞപ്പോൾ പ്രസവിച്ച പാട് കാണിക്കാൻ പറഞ്ഞു. അത് കേട്ട് അമ്മ പൊട്ടിക്കരഞ്ഞു പോയി. അപ്പോൾ ഈ കരയുന്ന അമ്മേനെ ഇവരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് മോൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെ ഇവർ മോനെ തല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതിലൊരുത്തൻ അവിടെ കിടക്കുന്ന ചെരുപ്പെല്ലാം അവിടെ എടുത്തിട്ട് ഒരു മാല പോലെ ആക്കിയിട്ട് അമ്മയുടെ മോനെ കഴുത്തിലിട്ടിട്ട് ഇവരുടെ കല്യാണം നടത്തി. അമ്മ പൊട്ടിക്കരഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഇവരുടെ കാലിൽ വീണ് കരഞ്ഞു. അപ്പൊ ഈ കരയുന്ന അമ്മയുടെ കണ്ണിലെ കണ്ണീരല്ല ഇവർ കണ്ടത്, അമ്മയുടെ കഴുത്തിന് താഴെയുള്ള മോലയാണ് കണ്ടത്. അപ്പൊ ഈ നോട്ടം സഹിക്കാൻ വയ്യാതെ മോൻ അതിൽ ഒരുത്തനെ കയറി തല്ലി അവന്റെ മുണ്ടഴിഞ്ഞു പോയി. അപ്പൊ അവന്റെ ഉണർന്നു നിൽക്കുന്ന ആണത്തെ നാട്ടുകാരെല്ലാം കണ്ടു. അപ്പൊ അതിൽ നാണക്കേട് കാരണം ഈ മുണ്ടഴിഞ്ഞു പോകാൻ അവിടെ കിടക്കുന്ന ഒരു മടലെടുത്ത് മോന്റെ തല തല്ലിപ്പൊളിച്ചു. അപ്പൊ അടി കൊണ്ട് മോന്റെ കണ്ണടഞ്ഞു പോയി. കുറേ നേരം കഴിഞ്ഞിട്ട് മോൻ കണ്ണു തുറക്കുമ്പോൾ അവൻ മുമ്പിൽ കണ്ടത് ഒരു കടൽ മാത്രമായിരുന്നു. മൂട് പോയി, കംപ്ലീറ്റ് മൂട് പോയി. ഞാൻ അടിക്കാൻ പോണു. വേണമെന്നുള്ള മാർക്ക് മിക്സ്ചറും ഗ്ലാസ്സും ഒക്കെ എടുത്ത് പുറകെ വരാം. കള്ളും കൊണ്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി. അതെ, കഥ കഴിഞ്ഞെങ്കിൽ നമുക്ക് അടിക്കായിരുന്നു. കഥ ആരാ എന്തു പറയുന്നു? വാടാ. ആ വരിക. തുടങ്ങാം. തുടങ്ങാം. അവന്മാരും കൂടെ വരട്ടാ. വരട്ട് പിന്നെ. എന്തെത്ര താമസം? മറ്റേ തൊലിഞ്ഞ കഥയും. വാടാ. ഇത് സിനിമയൊക്കെ ഉള്ളതൊന്നും ഇല്ല കേട്ടോ. അവാർഡൊന്നും കിട്ടില്ല. അതിന് അവാർഡ് പെടാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു ഡെപ്തില്ല. അപ്പൊ വെള്ളം എടുക്കണമെന്ന് പറഞ്ഞൂടെ? നോട്ടി ബോയ്. അപ്പോഴേക്കും ദേഷ്യം വന്നു. എന്റെ ക്ലാസ് ഇവിടെ ഉണ്ട്. കുറച്ച് വെള്ളം എടുത്തോണ്ടോടെ. വേറെ എന്തെങ്കിലും കൂടെ വേണം. ആ ഒരു പ്ലേറ്റും കൂടെ. ഓ കണ്ട ഇങ്ങനെ ഡീൽ ചെയ്യണം. മിടുക്കൻ, കൊള്ളാം, നല്ല ഡീൽ. ആ തമ്പുരാൻ വന്നല്ലോ. ആർക്കും കുടിക്കാനാണോ ഇത്രയും ചായ? എഴുന്നള്ളി. എന്താണ് ഇത്ര താമസം? ദിവസവും വെള്ളം അടിക്കുന്നതല്ലേ, അറിഞ്ഞൂടെ? ഇതെങ്കിലും ഒന്ന് പിടിയടേ. ആഹാ, നിങ്ങൾ തുടങ്ങിയാ? തിരികെ ക്യാപ്പ് അവിടെ ഇല്ലടാ. എടാ ഞാനേ ഫുഡ് എടുത്തിട്ട് വരാം. ജസ്റ്റ് എന്തെങ്കിലും ചെയ്യും. ആ ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ട് എല്ലാരും അളവ് നോക്കിക്കോണം. പിന്നെ അളവ് തെറ്റിന്ന് പറഞ്ഞ് പരാതി പറയരുത്. ഇങ്ങോട്ട് കുറച്ച്. ഓ എനിക്ക് ഇച്ചിരി കൂട്ടി വെച്ചു. കൂട്ടി ഒഴിക്കാറായിട്ടില്ല നിനക്ക്.
എനിക്ക് ഒഴിക്കണ്ട, ഞാൻ കഴിച്ചിട്ട് അടിക്കണല്ലോ. എടാ കഴിച്ചിട്ട് അടിച്ചിട്ട് കഴിക്കടാ, അല്ലെങ്കിൽ വാള് വയ്ക്കും. നിങ്ങളൊക്കെ വെട്ടി വിഴുങ്ങിയില്ലേ, വിശന്നിട്ട് വയ്യ. വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ടാ, ഒരുത്തം കുറഞ്ഞ അത്രയായില്ലേ. വെള്ളം നോക്കിക്കോ, വെള്ളം നോക്കിക്കോ. എനിക്ക് കുറച്ച് ഹരിക്ക ഓക്കെ അല്ലേ? ബാ. അപ്പം രമേശ്, സുരേഷ്. എൻ്റെ അമ്മോ. ഒറ്റയ്ക്കാണോടാ പടത്തിന് പോയത്? ആ, ആ, ആ. ആ, എന്തോ ചോദിക്കണം? എന്നോടാണോ? ആ, നമ്മളെല്ലാം ഇഷ്ക് കണ്ടിട്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കായിരുന്നടാ, പിന്നെ തിയേറ്ററിലെ ആൾക്കാരുടെ ചളിഞ്ഞ കോമഡി. പൊന്നോ, ഒറ്റയ്ക്ക് എങ്ങനെയാടാ ഹിമല ഇഷ്കുണ്ടാവുന്നേ? കൂടെ അവളും ഇല്ലായിരുന്നു. അവളൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെയായിരുന്നു. വിശ്വസിച്ചോ? എടാ, നിങ്ങൾ കളിയാക്കുന്ന പോലെ ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധല്ലേ, ഇടയ്ക്ക് ചാറ്റി, അത്രേ ഉള്ളൂ. അനിയത്തിയാണടാ, അനിയത്തിയാ. മറ്റേ ഈ തുപ്പലോട്ട് ഒട്ടിച്ചിരിക്കുന്ന ബന്ധുവാണ്. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എടാ, അത് പോട്ടെ, വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എടാ കേൾക്ക്, വിഷയം മറ്റേ നോക്കി. എന്റെ അടുത്തിരുന്നതേ ഒരു കുണ്ടനാന്ന് തോന്നണ്ടാ. അവൻ പടത്തിൽ നിന്ന സീനുകളൊക്കെ വരുമ്പോഴേ സബാഷ് സബാഷ് തൊട്ട് തുടക്കിട്ടടിക്കണടാ. സബാഷ് സബാഷ് എന്ന് തന്നെയല്ലേ പറയാ? നീ ആലോചിച്ച് നോക്കിയേ, പടം തീർന്നവരെ അയാളുടെ കൈ എന്റെ തുടയമ്മ. അല്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ ഈ വലിയ ട്രൗസർ ഇട്ട് പോകാൻ പാടില്ലായിരുന്നു. നീ ഇതിട്ട് ഇറങ്ങിയപ്പോഴേ ഞാനത് പറയാതിരിക്കായിരുന്നു. കുണ്ടനൊന്നും ആയിരിക്കൂലടാ. ഞങ്ങളുടെ നാട്ടിലെടുത്തുണ്ട് രാഹുൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്, ഇവനറിയാം. ഇവന്റെ കൂടെ ആക്ഷൻ പടം കാണാൻ പോകാൻ പറ്റൂല. അടുത്തിരിക്കണവന്റെ തുടവ ഇടിച്ച് പഠിച്ചു കളയും. ഞാൻ ഒരു ദിവസം ഒരു ഷാജി കൈലാസ് പടം കാണാൻ പോലെ അവന്റെ കൂടെ. ലെയർ പീസാണ്. അതായത് രാവിലെ 2 മണിക്കൊക്കെ നമ്മളെ വിളിച്ച് വെച്ചിട്ട് ജോഗിങ്ങിനൊക്കെ വിളിച്ചോണ്ടു. അതുപോലെ ഈ ചാള വറുത്താണല്ലോ, അവൻ ചവച്ചരച്ചൊന്നും കഴിക്കില്ല. ഒരു പീസ് ഇങ്ങ് എടുത്തിട്ട് അതുപോലെ അങ്ങ് എടുത്ത് വീഴും. എടാ, നമ്മള് കളിയെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇതാഴ്ച വെള്ളവും സോഡയൊക്കെ അല്ലേ വാങ്ങിച്ചു കുടിക്കുന്നത്. ഇവ ഏതെങ്കിലും കടയുടെ ഫ്രണ്ടിൽ പോയി ഈ മിൽമയുടെ പാലുണ്ടല്ലോ, അത് വാങ്ങിച്ചൊരു കൊട്ട അങ്ങ് കമിഴ്ത്തും പച്ചയ്ക്ക്. നമ്മള് കളിയും കഴിഞ്ഞ് വീട്ടിൽ പോയി ഊണും കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് വൈകിട്ട് ഗ്രൗണ്ടിൽ വരുമ്പോഴും 4 മണിക്ക് അളിയും അവിടെ നിന്ന് ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കും. വേറൊരു തരം ഭ്രാന്താണ്. അതിന് ഇവന്റെ വെറുപ്പീര് കൂടി കഴിഞ്ഞപ്പോഴേ ഞങ്ങള് കൂട്ടുകാരെല്ലാം അവിടെ കൂടി ഒരു തീരുമാനമെടുത്തു, ഇവനൊരു ഡോക്ടറെ കാണിക്കാം. അന്ന് അവൻ്റെ കൂടെ ഡോക്ടറിന്റെ അടുത്ത് പോയത് ജിതിനാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഡോക്ടറിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് ജിതിൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കേക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, കേക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, കേക്ക് അന്ന് അങ്ങനെയായിരുന്നു, കേക്ക് ഇന്ന് ഇങ്ങനെയാണ്, കേക്ക് ആ പ്രശ്നമുണ്ട്, കേക്ക് ഈ പ്രശ്നമുണ്ട്, കേക്ക് ആകെപ്പാടെ പ്രശ്നം. ഡോക്ടർ ഇതെല്ലാം കേട്ടിരുന്നിട്ട് ഒരു ലിസ്റ്റ് മരുന്നെന്ന് എഴുതിയിട്ട് ഇതിന് കഴിക്കാൻ കൊടുത്തു. കൊറേ നാൾ ഒരുമിച്ച് പഠിച്ചതാണോ? കുറെ കാലം. പക്ഷെ അന്ന് ഞങ്ങള് കീരിയും പമ്പുമായിരുന്നു. ഇവിടെ 2 ഗ്യാങ് ഉണ്ടായിരുന്നടാ. മിഥുന്റെ ഗ്യാങ്, റോബിന്റെ ഗ്യാങ്. ഞാൻ മിഥുന്റെ, ഇവൻ റോബിന്റെ. ആ സമയത്ത് ഞങ്ങൾ എപ്പോ കണ്ടാലും അടിയാണ്. ഞാൻ അടിച്ചതിന്റെ ചുണ്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോഴോ? അല്ല, 6ാം ക്ലാസ്സിൽ പഠിക്കും. കോളേജ് എത്തിയപ്പോ ഞങ്ങൾ നല്ല കമ്പനിയായി. കാശ് അവന്റെ അല്ലല്ലോ. ഒരു കാര്യം വിട്ടുപോയി. ഇതിപ്പം എന്തായാലും ഓൾറെഡി അടിച്ചില്ലേ? അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇത് ആരെ കാണിക്കാനടാ? എടുത്ത് കള. ഇതിലൊരു ദോഷം വേണ്ട. സാധനം കൊള്ളാല്ലേ? അടിപൊളി. ഞാൻ അതല്ലേ പറഞ്ഞു ഇത് തന്നെ വാങ്ങിക്കാൻ. അമ്മ കുത്തി ചത്തുവേനെ തൊണ്ട. 2 ദിവസം കൊണ്ടൊന്ന് ചോദിച്ചു. അവന്റെ പൈസ അല്ലേ, അവൻ സഹിച്ചോളൂ. കഴിഞ്ഞ നമ്മുടെ ചിലവായിരുന്നല്ലോ അവന്റെ. കുഴപ്പമില്ല, അങ്ങനെ മാറി മാറി വാങ്ങിക്കാം. ഞാൻ വിസ്കി വാങ്ങിച്ചിട്ടു നെറ്റില്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ. നീ ചേടി അടിച്ചിട്ടുണ്ട്. അത് സൂപ്പർ സാധനം അല്ലേ? നീ അടിച്ചിട്ടുണ്ടോ? അടിപൊളിയാ, ഇത് നല്ലതാണ്. ഇതും ഞാൻ എഴുതി എന്റെ കഴിച്ചു കഴിയോ? അടിച്ചു പാട്ടി അടിക്കണ്ടേ? കഴിച്ചു കേട്ടെ. ഇപ്പൊ കഴിയും. എടാ അച്ചാറാണോ? ഇച്ചിരി അച്ചാറാണോ? എടാ ആയിത്ത ഇയാളെന്റെ കഥ വല്ലതും കേട്ടോ? ഇല്ല. പിന്നെ കേൾക്കാത്ത കഥക്ക് ഇയാൾ എന്തൊരു അഭിപ്രായം പറയുന്നേ? നീ ഇപ്പൊ എന്തിനാണ് അവന്റെ അടുത്ത് ചൂടാവുന്നേ? പിന്നെ അല്ലാതെ അവൻ പറഞ്ഞു വിട്ട് ശരിയല്ല. എടാ, നിങ്ങളെ പോലെയൊക്കെ ആവായിരുന്നെങ്കിൽ എനിക്ക് അതന്നെ ആവായിരുന്നു. അവിടെ പ്രഭുവിടയിലും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കുണക്കില്ലേട്ടാ. നിനക്കായുള്ള പക്വതയായിട്ടില്ല, നീ കുട്ടിയാണ്. നാട്ടുരാജാവിന്റെ ഡയലോഗ്. എടാ വിമലെ, തനിക്ക് എന്താണെന്ന് ആഗ്രഹം? സിനിമാട്ടോഗ്രാഫർ അല്ലേ? അതിന്റെ താനിപ്പോ എന്തായി? ഡ്രൈവർ. എന്തായാലും തനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ? പറ്റൊക്കെ ചെയ്യും. പെട്ടെന്ന് പറ്റില്ലായിരിക്കും. അതെന്താ പെട്ടെന്ന് പറ്റാത്ത? തനിക്കറിയില്ലേ ലോൺ ലോഡ് ചെയ്യാൻ. എനിക്ക് അങ്ങനെ ഒരു ജീവിതം പറ്റൂല. ഇനി ഇതുപോലെ റോസ് ജീവിതമായിരിക്കും പറ്റും. എടാ, നീ കുറെ നേരമായിട്ട് കേട്ടോ എന്നെ കുണക്കാൻ തുടങ്ങിയിട്ട്. ഇയാളെനിക്ക് ചെലവിന് തരുന്നുണ്ടല്ലേ, അതെല്ലാം അവിടെ എഴുതി വെച്ചോ. ഞാൻ 2 ഇരട്ടിയായിട്ട് തിരിച്ചു തരും.
അതെ നിങ്ങൾ എന്തായാലും ഇത്ര ശ്രമിച്ചില്ലേ, കുറച്ചാളും കൂടി ശ്രമിച്ചു നോക്ക്. നിങ്ങൾ എന്തായാലും സെറ്റാവും. ഞാൻ വെള്ളടിച്ചിട്ട് പറയുന്നില്ല കേട്ടോ, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ നല്ല മനുഷ്യനാ. നിങ്ങളെപ്പോഴും അടിച്ച് ഈ അറ്റ്മോസ്ഫിയറിൽ പറഞ്ഞ ഡയലോഗ് അല്ലേ, തള്ളാൻ വെള്ളം അടിക്കണം. സിനിമയിലൊക്കെ ഇങ്ങനെയല്ലേ? ഫ്ലോയിലിങ് ഓ ഞാൻ പെടുത്തു തുടങ്ങി. അതായത് ഞാൻ പലപ്പോഴും നിന്റെ പറഞ്ഞു, ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുമ്പോൾ നീ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര ബോറാണ് കേട്ടോ. എടാ ഇത് മറ്റേ സ്റ്റാറ്റസ് നോക്കിയാടാ. അത് നോക്കട്ടെ. ആ കവിതയുടെ സ്റ്റാറ്റസിൽ ഒരു കവിത. ഇതെന്താണ് സംഭവം? പറ ഒന്നുമില്ലെന്നേ, പറ. ഒന്നുമില്ലെന്നേ. ആയിട്ട് പാട് ഏയ് തൊണ്ട ശരിയാണ്. അല്ലെങ്കിൽ വിശ്വാസം. കാര്യം ബ്രോ. അയ്യോ ആ ഇല്ല ഇയാളെ കഥ കേട്ടില്ലെന്നല്ലേ വലിയ പരാതി. ഇയാളെ കഥ കേൾക്കാം. കഥ പറ. നാശത്തിലേക്കാണ് നീ പോകുന്നത്. ഒന്നും പറ്റില്ല. ക്ലാസ് അയാൾ നിന്റെ തൊടയെ തന്നെ ഉണ്ടോ ഡാഡി? ഒന്ന് പോടാ. ആ കഥ പറ. മോഷ്ടിക്കാത്ത കഥ പറ. ഇണ്ടാതിരിയെടാ. കഥ പറയട്ടുള്ളൂ. കഥ പറ. കഥ പറ. വേഗം പറ, വേഗം പറ. ഹരി ബ്രോ തുടങ്ങിക്കോ. ഇത് ഞാൻ +2 കഴിഞ്ഞ പാടെ എഴുതിയൊരു സ്ക്രിപ്റ്റാണ്. ഇത് ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ അബാദ് ക്ലാസ് വെച്ച് റോബിൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ എടുത്ത. That doesn't matter. Come to the point, man. ഇതൊരു പീരിയോഡിക് മൂവിയാണ്. അതായത് ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിനേക്കാളും മുമ്പേ നടക്കുന്ന ഒരു കഥ. പക്ഷെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പ്രസൻറ്റിലാണ്. അതായത് 2019 ഒരു സെൻട്രൽ ജയിൽ. അവിടെ ഏകദേശം 60 വയസ്സിന് അടുത്ത് പ്രായമുള്ളൊരു സഹദേവൻ മാഷ് ഉണ്ടായിരുന്നു. ഈ സഹദേവൻ മാഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ജയിലിൽ ആദ്യമായിട്ട് വന്നവൻ മുതൽ അവസാനമായിട്ട് വന്നവൻ വരെ സഹദേവൻ മാഷിനെ തല്ലിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും നിന്നും തല്ലുകൊണ്ട് മാഷ് ചുമച്ച് ചോര തുപ്പി. എന്നിട്ടും മാഷ് എല്ലാവരുടെയും തല്ല് വാങ്ങിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഉത്തരം ലളിതവും കാരണം തീവ്രമായിരുന്നു. മാഷിൻ്റെ പ്രായപൂർത്തിയാകാത്ത മോളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി കൊന്നു. കൂടെ അതിനെതിരെ നിന്ന ഭാര്യ. അവിടെയുള്ള എല്ലാവരും മാഷിനെ തല്ലുമ്പോഴും മാഷ് ഒരു ചെറുത്തുനിൽപ്പ് പോലും നടത്തിയില്ല. പകരം തല്ല് കൊള്ളുമ്പോഴൊക്കെ മാഷ് ഉണ്ണിമോളെ എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. ഒരു ദിവസം മാർട്ടിൻ എന്ന് പറഞ്ഞ പേരുള്ളൊരു രാഷ്ട്രീയ കൊലപാതകി ആ ജയിലിലേക്ക് വന്നു. മാർട്ടിന് കിട്ടിയതോ മാഷിൻ്റെ കൂടെയുള്ള ശല്യം. പുതിയൊരാടെ കൂടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങണമെന്നുള്ള ടെൻഷനിലായിരുന്നു നമ്മുടെ സഹദേവൻ മാഷ്. മാർട്ടിൻ നേരെ മാഷിൻ്റെ സെല്ലിലേക്ക് വന്നു. മാഷിൻ്റെ കഥയൊക്കെ കേട്ടിട്ടും മാഷോട് വെറുപ്പ് തോന്നിയിട്ടും മാർട്ടിൻ നമ്മുടെ സഹദേവൻ മാഷിനെ തല്ലിയില്ല. കാരണം എന്താ പറയുക, മാർട്ടിനെ പഠിപ്പിച്ചിരുന്ന മാഷാണ് നമ്മുടെ സഹദേവൻ മാഷ്. മാർട്ടിൻ ഒരിക്കൽ പോലും വിശ്വസിച്ചിരുന്നില്ല മാഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. മാർട്ടിൻ ഒരുപാട് തവണ ശരിക്കും നടന്നതിനെ പറ്റി ചോദിച്ചിട്ടും ഞാൻ കൊന്നു എന്നല്ലാതെ മാഷ് വേറൊന്നും പറഞ്ഞില്ല. മാഷ് ഒരു ദിവസം കിടപ്പിലായി. അന്ന് മാഷിനെ നോക്കാൻ മാർട്ടിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മാർട്ടിൻ അത് വീണ്ടും ചോദിച്ചു, മാഷ് എന്തിനാ ക്രൂരത ചെയ്തതെന്ന്. ഞാനല്ല എന്ന് പറഞ്ഞ് മാഷ് കരഞ്ഞു തുടങ്ങി. അപ്പൊ മാഷല്ലേ? അപ്പൊ മാഷ് എന്തിനാ കള്ളം പറഞ്ഞേ? അതും സ്വന്തം മോളുടെ ഗർഭം. എന്ത് കഥയാണ് ഇതൊക്കെ? നമ്മുടെ സഹദേവൻ മാഷിനും രാധ ടീച്ചറിനും കല്യാണം കഴിഞ്ഞ് കുറേ നാളിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് നമ്മുടെ ഉണ്ണിമോള്. ശാരീരികമായി കുറേ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ രാധ ടീച്ചർ. അങ്ങനെ ഒരു മോളെ തലയിലും നിലത്തും വെക്കാതെ വളർത്തി. ഉണ്ണിമോളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല വെളുത്ത് ഒരു സുന്ദരി കുട്ടി. വലിയ കവിളൊക്കെ ആയിട്ട് കവിളിൻ്റെ ഒരു സൈഡിൽ മാത്രം ഒരു നുണക്കുഴി, താടിയുടെ ഈ ഭാഗത്തായിട്ട് ഒരു മറുക്, നല്ല മുടി ഉണ്ടായിരുന്നു ഉണ്ണിമോൾക്ക്. ഏകദേശം നമ്മുടെ മോനിഷയുടെ ഒക്കെ പോലത്തെ ഒരു ഭംഗിയുള്ളൊരു കുട്ടിയായിരുന്നു. അങ്ങനെ അവള് തൊടിയിലും നാട്ടിലും ഒക്കെ ചാടി കളിച്ച് വളർന്നു. സ്കൂളിലും പഠിക്കാനും നല്ല മിടുക്കിയായിരുന്നു.
+2 റിസൾട്ട് വന്നപ്പോൾ, അതായത് പണ്ടത്തെ പ്രീ ഡിഗ്രി റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് നല്ല മാർക്കുള്ളത് കൊണ്ട് കേരളത്തിന് പുറത്ത് ഡിഗ്രി പഠിക്കാൻ അവൾക്കൊരു സ്കോളർഷിപ്പ് കിട്ടി. ആദ്യമൊക്കെ മാഷിനും ടീച്ചർക്കും ബുദ്ധിമുട്ടും സങ്കടവും എതിർപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മോടെ നല്ല ഭാവി ഓർത്ത് അവരതിന് സമ്മതിച്ചു. കേരളത്തിന് പുറത്ത് എവിടെയാ? ഊട്ടി. ആ, അങ്ങനെ ഉണ്ണിമോള് ഊട്ടിയിൽ അഡ്മിഷൻ എടുത്തു. ആദ്യമൊക്കെ ഫോൺ വിളിക്കുമ്പോൾ വിഷമവും പരിഭവവും ഒക്കെ സ്ഥിരമായിരുന്നു. ക്രമേണ വിളികളുടെ എണ്ണം കുറഞ്ഞു. ഒരു ദിവസം വെക്കേഷന് ഉണ്ണിമോള് നാട്ടിലേക്ക് എത്തി. ഉണ്ണിമോൾക്ക് അടിമുടി മാറ്റം. ഉണ്ണിമോള് മെലിഞ്ഞു, നീളമുള്ള മുടി മുറിച്ചു, മോഡേണായിട്ട് ഡ്രസ്സ് ചെയ്തു, ക്ഷീണിച്ചു. ഉണ്ണിമോൾക്ക് മൊത്തത്തിലൊരു മാറ്റം. മെലിഞ്ഞതിലും മുടി മുറിച്ചതിലും ടീച്ചർ പരാതി പറഞ്ഞെങ്കിലും മാഷ് അതിനൊന്നും എതിർപ്പ് പറഞ്ഞില്ല. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് ഉണ്ണിമോള് ഊട്ടിയിലേക്ക് തിരിച്ചുപോയി. ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, പിന്നെ വിളി കുറഞ്ഞു, പിന്നെ വിളിക്കാതെ 4 ദിവസമായി സംസാരിച്ചിട്ട്. മാഷിനും ടീച്ചറിനും അത് സഹിക്കാവുന്ന പോലും അപ്പുറമായിരുന്നു. നമുക്ക് നാളെ തന്നെ ഊട്ടിയിൽ നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ടീച്ചറിനെ മാഷ് സമാധാനിപ്പിച്ചു. അന്ന് രാത്രി അർദ്ധരാത്രിക്ക് മാഷിന്റെ വീട്ടിലേക്കൊരു കോള് വന്നു. ഊട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങളുടെ മോളെ 2 ആണുങ്ങളുടെ കൂടെ ഒരു ലോഡ്ജ് മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടം വരെ വരണം. അത് കേട്ട് മാഷ് തകർന്നുപോയി. ടീച്ചർ എത്ര ചോദിച്ചിട്ടും മാഷ് ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് തന്നെ മാഷ് ഊട്ടിക്ക് യാത്രയായി. ഉണ്ണിമോളെ കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ടീച്ചറിന് നല്ല സന്തോഷമായി. ഊട്ടിയിലെ ഒറ്റപ്പെട്ട ജീവിതം പഠിത്തത്തെ ബാധിച്ചു, അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു, അതുകൊണ്ടാണ് TC എടുത്ത് നാട്ടിലേക്ക് പോകുന്നതെന്നുള്ള കള്ളം മാഷ് ടീച്ചറിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷെ ഉണ്ണിമോക്ക് വീടും നാടും ഒക്കെ ശരിക്കും ബോറടിച്ചു തുടങ്ങി. ഉണ്ണി തിരിച്ചു പോകാൻ തിരക്കൂട്ടി. പക്ഷെ മാഷ് അതിനെ എതിർത്തു. ഇവിടെ പഠിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിൽ മാഷ് ഉറച്ചു നിന്നു. ഉണ്ണിമോള് കുറേയൊക്കെ പ്രതിഷേധിച്ചെങ്കിലും പിന്നെ വേറെ വഴിയില്ലാതായി. അങ്ങനെ അച്ഛൻ്റെ അമ്മയടുത്തും മിണ്ടാതായി. ആകെ മിണ്ടുന്നത് തൊടിയിൽ പണിയെടുക്കാൻ വരുന്ന പൊട്ടൻ താമൂൻ്റെ അടുത്ത് മാത്രം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം മാഷും ടീച്ചറും പുറത്തു പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് കട്ടിലിൽ നഗ്നരായി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പൊട്ടൻ താമൂനെയും ഉണ്ണിമോളെ. അതുകൊണ്ട് മാഷ് പ്രതികരിക്കാൻ പറ്റാതെ നില തിരിഞ്ഞുപോയി. ടീച്ചർ ഉണ്ണിമോളെ തല്ലാൻ തുടങ്ങി. അവസാനം തല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിയമ്മേനെ തള്ളി താഴെയിട്ടു. അതുകൊണ്ട് മാഷ് ചാടി എണ്ണീട്ടിട്ട് ഉണ്ണിമോളെ വീണ്ടും തല്ലാൻ തുടങ്ങി. തല്ലുന്നതിൻ്റെ ഇടയ്ക്ക് മാഷിന്റെ കൈ പിടിച്ചു നിർത്തി ഉണ്ണിമോള് ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാത്തതിൻ്റെ അസൂയല്ലേ? ആ ചോദ്യത്തിന് മുന്നിൽ ടീച്ചറും മാഷും തകർന്നുപോയി. അവർ മകളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. നാട്ടിലെവിടെയും പഠിപ്പിച്ചാൽ മതി, മോളെ കൂടെ നിർത്തണമെന്ന് സൈക്കാട്രിസ്റ്റ് അവരോട് പറഞ്ഞു. അതൊക്കെ ഉണ്ണിക്ക് ഇറിറ്റേഷൻ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ എനിക്ക് ഒരു ദിവസം അടുക്കളയിൽ അരി വറുത്തോണ്ടിരിക്കുന്ന ടീച്ചർ തൊടിയിൽ എന്തോ ഒച്ച കിട്ടും. അങ്ങോട്ടേക്ക് നോക്കിയ ടീച്ചർ കാണുന്നത് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിമോളെ. ആ രാത്രി മാഷും ടീച്ചറും ഉണ്ണിമോളുടെ കാര്യം ഓർത്ത് ഒരുപാട് കരഞ്ഞു. അങ്ങനെ ടീച്ചർ മാഷിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ അവളെ എന്തിനാ ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവിടെ എവിടെയെങ്കിലും നിർത്തി പഠിപ്പിച്ചാൽ പോരെന്ന് ചോദിച്ചു. മാഷ് അവസാനം ഗത്യന്തരമില്ലാതെ ഊട്ടിയിൽ നടന്ന കാര്യം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച കാര്യമൊക്കെ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ അത് കേട്ട് കരച്ചിൽ പിടിച്ചു നിർത്തി. ഒന്നും മിണ്ടാതെ കണ്ണടച്ച് കിടന്നു. കണ്ണടയ്ക്കുന്ന രാധ ടീച്ചർ. അടുത്ത സീൻ നമ്മൾ കാണിക്കുന്ന നഗ്നനായി കിടക്കുന്ന മാഷിന്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉണ്ണിമോളെ. എട്ടി എഴുന്നേക്കുന്ന രാധ ടീച്ചർ അടുത്ത് കിടക്കുന്ന മാഷിനെ ശ്രദ്ധിക്കുന്നു. ടീച്ചർ അവിടുന്ന് എഴുന്നേറ്റ് ഉണ്ണിമോളുടെ മുറിയിലേക്ക് പോന്നു. കട്ടിലിൽ കിടക്കുന്ന ഉണ്ണിമോളുടെ അടുത്ത് ടീച്ചർ ഇരിക്കുന്നു. അവിടെ നെറ്റിയിൽ ടീച്ചർ ചുംബിക്കുന്നു. അടുത്ത് കിടക്കുന്ന തലയണയെടുത്ത് അവിടെ മുഖത്തമർത്തി അവളെ ശ്വാസം മുട്ടിക്കുന്നു. ശ്വാസം കിട്ടാതെ കാലിട്ടടിക്കുന്ന ഉണ്ണിമോൾ. രാധയെ കാണാതെ മാഷ് ഉണ്ണിമോളുടെ റൂമിൽ വരുമ്പോൾ കാണുന്നത്
മോളെ ശ്വാസം മുട്ടിക്കുന്ന രാധ ടീച്ചറിനെ മാഷ് രാധ തടയാതെ കരച്ചിലടക്കി അവരെ തന്നെ നോക്കി നിന്നു. ഉണ്ണിയുടെ ചലനമറ്റ ശരീരത്തിൽ നിന്നും എണീറ്റ് നടന്നു വരുന്ന രാധയെ നോക്കി മാഷ് കരയുന്നു. ഉണ്ണിയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാഷ് അപ്പുറത്തെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റ് പോയി നോക്കുന്ന മാഷ് കാണുന്നത് ഉത്തരത്തിൽ തൂങ്ങിയാടുന്ന രാധ ടീച്ചറിനെയാണ്. അവസാനം ജയിലിൽ കിടന്ന് കണ്ണടയ്ക്കുന്ന മാഷ്. പിന്നെ ഒരു ഫാന്റസിയാണ്. മഞ്ഞുമേഘങ്ങളുടെ ഇടയിലൂടെ കുതിരപ്പുറത്ത് ഉണ്ണിമോളുടെയും രാധ ടീച്ചറിന്റെ അടുത്തേക്ക് പോകുന്ന സഹദേവൻ മാഷ്. ഈ കഥ ഇതിനു മുമ്പ് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പറയടാ, എവിടുന്ന് അടിച്ചു മാറ്റുന്നത് പറയടാ. പൊളിക്കഥയാണ്, എന്തായാലും സിനിമയിലെത്തും. പക്ഷേ രക്ഷപ്പെടൂല, ഓഫ് ബീറ്റാണ്. അല്ല എന്തെങ്കിലും ആട്ടെ, അടിച്ചു മാറ്റാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തത്തോടെ അഹങ്കരിക്കൊന്നും വേണ്ട. മറ്റേ മോഹൻലാലിന്റെ ചേട്ടച്ചനും മമ്മൂട്ടി ജയിലിൽ പോകേണ്ട പടം ഉണ്ടല്ലോ, മറുപടിയോ എന്തായിരുന്നു? മുന്നറിയിപ്പ്. മുന്നറിയിപ്പും എല്ലാം കയറി വരണം. അതുകൊള്ളാലോ. അങ്ങനെയാണ് സാധാരണക്കാരെ ഒരു പെൺകുച്ച് പുറത്ത് പോയി പഠിച്ച് മോഡേൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് മോഹൻലാലിന്റെ ചേട്ടച്ചൻ. പിന്നെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയി കഴിഞ്ഞാൽ അത് മമ്മൂട്ടിയുടെ മുന്നറിയിപ്പ്. അതിന് മമ്മൂട്ടി ചെയ്യാത്ത കുറ്റത്തിനാണോ ജയിലിൽ പോയത്? ഓടാ. അത് മാത്രമല്ല, ഈ മോഡേൺ ഡ്രസ് ഇട്ടിരിക്കുന്ന പെമ്പിള്ളേരെല്ലാം മോശക്കാരെന്നാ താൻ തന്റെ കഥയിൽ പറഞ്ഞേക്കണേ. മനസ്സിലായില്ല. അതല്ല, ഈ നാട്ടിൻപുറത്തുള്ള പെമ്പിള്ളേരൊക്കെ പുറത്തുപോയി പഠിച്ച അവരെന്തോ മോശക്കാരാവുന്നോ പിഴച്ചവരാവോ, അതൊക്കെയാണ് തന്റെ കഥയിലുള്ള ധ്വനി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് കഥയല്ലേ? കഥയാണ്, പക്ഷെ പറഞ്ഞു വരുമ്പം അങ്ങനെ ഒരു ധ്വനിയുണ്ട്, കേൾക്കുന്നവർക്ക് തോന്നും. മാത്രമല്ല, ഈ പുറത്തുപോയി പഠിക്കുന്ന പിള്ളേരുടെ അച്ഛനമ്മമാരെയൊക്കെ ഇത് ബാധിക്കും. തീർച്ചയായിട്ടും. അവരെ അപമാനിക്കും പോലെ തോന്നും. നിനക്കൊക്കെ അസൂയാണ്. എന്തുണ്ട് കൊണ്ടിട്ടാണോ ഞങ്ങൾക്ക് നിന്റെ അടുത്ത് അസൂയ? എടാ, കഴിവുള്ളവരുടെ അടുത്ത് അസൂയ വരൂ, നിന്റെ അടുത്ത് വരില്ല. എനിക്ക് കഴിവില്ലാന്ന് നീയൊക്കെയാണോ തീരുമാനിക്കുന്നത്? ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. എടാ, പ്രേക്ഷകർ തന്നെയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നീ കഥ എഴുതുന്നത് അടുപ്പത്ത് വെച്ച് കത്തിക്കാനൊന്നുമല്ലല്ലോ. എടാ നീ അങ്ങനെ കളിയാക്കല്ല അവനെ. ശ്രമിക്കണല്ലേ, അറ്റ്ലീസ്റ്റ് അവൻ ട്രൈ ചെയ്യണല്ലേ, അത് അംഗീകരിക്കണ്ടേ? വെറുതെ എഴുതാൻ എല്ലാവർക്കും പറ്റും. എടേ, നമ്മൾ അംഗീകരിക്കുന്ന പോട്ടറേ, എടെ കഴിവുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കഥയൊന്നും ആരും സിനിമയാക്കാത്തണ്ടാ. അത് പറ. ആ നല്ല ചോദ്യമാണല്ലോ. ഉത്തരം മുട്ടുമ്പോൾ പുകയിപ്പെടുത്താൽ അത് പുട്ടുന്നവയെ ഉണ്ടാക്കും, മറ്റും ഉയരെ കൊല്ലും. എന്റെ കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന, പക്ഷെ എന്തോ കാരണം കൊണ്ട് അതൊന്നും സിനിമയാവുന്നില്ല. ആ എല്ലാത്തിനും അതിൻ്റെതായ സമയം. നല്ല രാശിയാണ്. എന്ത് രാശി! തനിക്ക് നല്ലത് ചെയ്യാൻ പറ്റുന്ന സമയം തന്റെ നല്ല സമയം, അല്ലാത്ത മോശപ്പെട്ട സമയം, അത്രേ ഉള്ളൂ. നല്ലത് മോശമൊക്കെ ആക്കണം നമ്മൾ തന്നെയാണ്. അതിന്റെ രാശിയും ജാതത്തൊക്കെ കുറ്റം പറയാൻ ചുമ്മാ ട്രൈ ചെയ്യണോടോ. അതിനൊരു കാരണം, എൻ്റെ 20-ാം വയസ്സിൽ ഞാൻ എഴുതിയ എൻ്റെ ഹൊറർ സ്ക്രിപ്റ്റ് അത് ചെയ്യാന്ന് പറഞ്ഞ് ഒരു ഡയറക്ടർ എനിക്ക് കൈ തന്നാ, പിന്നെ അത് മുടങ്ങിപ്പോയി. പിന്നെ ആ മുടക്കങ്ങൾ സ്ഥിരമായി. താനെ ഈ 2003 ഓസ്കർ കിട്ടിയ ക്രാഷ് എന്നുള്ള പടം കണ്ടു? ഏത്? അല്ല, അതോട് പരിയറും പെരുമാളും കണ്ടു. നീ അത് പറയണ്ട. എന്താ? ഒന്നുമില്ലടാ. എടോ, ആ ഹൊറർ സ്റ്റോറി എന്തായി? നല്ലായിരുന്നു. എന്ത് പറ്റി? ആ കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായതാ. പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പേ പ്രൊഡ്യൂസർ കാലുവാ. അയാൾ അന്നായിരിക്കും സ്ക്രിപ്റ്റ് വായിച്ചത്. നീ അറിയാത്ത കാര്യം പറഞ്ഞ് കൊണക്കല്ലേ കേട്ടോ. എന്തോ ഡയറക്ടറിന്റെ ഇഷ്യൂ ആയിരുന്നു. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അവസാനം എല്ലാവരോടും കൂടി എന്നെ മാറ്റാൻ ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നു. സെറ്റാവാൻ നമുക്ക് നോക്കാന്നേ. എന്നാ നിങ്ങൾ പറ. വലിച്ചു കിട്ടും. ഒരു എടാ ഉയരെ ടോറന്റ് വന്നോ? രാവിലെ വന്നിട്ടില്ല അല്ലേ? ഞാൻ നോക്കിട്ട് കയറുന്നില്ല. ഇല്ലെങ്കിലും എനിക്ക് ഈ സെന്റി പടം കാണാൻ പറ്റിയ താല്പര്യമൊന്നുമില്ല. അവിടുന്ന് അടിപൊളി പടാണ്. പിന്നെ അതിനകത്ത് അഭിനയിച്ചതാരാന്നറിയില്ല. അഭിനയിച്ചാരുടെ ഗുണമൊന്നും പറയണ്ട. എന്തേ മോൻ കരയുന്ന മേടിച്ചിട്ടാണാ? എന്തോ എനിക്ക് കാണാൻ ഇഷ്ടമല്ല. ഇതിപ്പോ താനും ഹരിപ്രോ തമ്മിൽ എന്താ വ്യത്യാസം? എടോ നല്ലതിനെ അംഗീകരിക്കാൻ പഠിക്കണോ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. താൻ കൂടുതലൊന്നും പറയണ്ട. താൻ എന്ത് ഉദ്ദേശിച്ചത് ഇവിടെ എല്ലാവർക്കും എടാ, സിനിമ ആത്യന്തികമായിട്ട് ഒരു കലാരൂപമാണ്. അപ്പൊ അതിൽ അഭിനയിക്കുന്നവരെയൊക്കെ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഒരു സംസാര അഭിപ്രായം അത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയല്ലേ, വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ? അത്രയല്ലേ ഞാനും പറഞ്ഞുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? എന്റെ അഭിപ്രായത്തില് ആസിഫ് അലിയാണ് ആ സിനിമയിൽ പൊളിച്ചിട്ടുള്ളത്.
അത് ശരിയാ. പിന്നെ നമുക്ക് ഈ കാണുമ്പോൾ തന്നെ മോൻ പിടിച്ച് റോട്ടി വരയ്ക്കാൻ ആ തോന്നും. അത് വേണമെങ്കിൽ സമ്മതിക്കാം. രണ്ടുപേരും പൊളിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ആളുടെ കാര്യമൊന്നും പിന്നെ ഇപ്പൊ എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ മലയാള സിനിമയുടെ കാര്യം. എന്തോരം നല്ല പെർഫോമൻസ് ബേസ്ഡ് ആക്ടേഴ്സാ. അപ്പൊ അവരെല്ലാം ഒരു ഭാഗത്തും അല്ലാത്തൊരു വേറെടുത്തു. നീ ഇതിപ്പോ പറഞ്ഞപ്പോഴാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷെയ്ൻ നിഗം, സൗബിൻ, സുരാജ്, ഫഹദ്, ആസിഫ് അലി, റീമ കലിംഗല്, നിമിഷ, പാർവതി, ഇവരൊരു കോംബോ പടം എന്തായിരിക്കില്ലേ? എന്താവാൻ, അതും ഒരു പടം. ഒന്ന് പോടാ. പിന്നെ നമ്മുടെ അർജുന അശോനും കയറി വരുന്നുണ്ട് കേട്ടോ. ഹരി ബ്രോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ ജാഫർ ഇടയ്ക്ക് ഇപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ജാഫർക്ക് എന്ത് പൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ചെറിയ ആർട്ടിസ്റ്റ് ഒക്കെ ഇപ്പൊ വന്ന് വൻ. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. സിനിമ മാറുന്നതിനനുസരിച്ച് ഇപ്പൊ കുറെ സ്ക്രീനുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 10-20 സ്ക്രീൻ വന്നു. അപ്പൊ എല്ലാ പൊട്ടപ്പടത്തിനും സ്ക്രീനിങ് കിട്ടും. ഇവ ഒരു പടം ചെയ്താലും സ്ക്രീനിങ് കിട്ടും. ഒരു ഷോയെങ്കിലും കാണും. അതെങ്ങനെയാണ് എന്റെ ഇവിടെ തന്നെ സ്ക്രീനിങ് കിട്ടുന്നത്? എനിക്ക് കഴിവില്ലല്ലോ. ആ ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടായാൽ മുറുകിയ പടം. അപ്പൊ പാടാല്ലേ? അത് നടക്കട്ടെ. വാ. അല്ലെങ്കിൽ ഇതിന്റെ ഭാഷയ്ക്ക് ഹരിബ്രോ ജീവനുള്ള ഒരു കഥയും കൂടെ പറ. എന്നിട്ട് ഞാൻ ഇത് തേങ്ങയിലും വേണ്ടില്ലേ, ഫാൻ പൊട്ടി തല വീണേലും ഞാൻ മുള്ളിട്ട് വരാട്ടാ. ഇത്തെ നീ വരുന്നാ ഇതിന് ഒരു കമ്പനിക്ക് വേടാ. പിന്നെ ഞാൻ ഒന്ന് വിളിത്തരടാ. അത് പറഞ്ഞപ്പോഴാ ഈ മുള്ളല് ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ കോഴിക്കോട് നിന്ന് ബസ്സിൽ വരെയാണ് കുറച്ചെല്ലാം മുമ്പ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ഈ ചേച്ചിയാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ എടുത്ത് ചോദിക്കാൻ തുടങ്ങി, ഈ ഭക്ഷണം കഴിക്കാൻ നിർത്താറായോ എന്ന്. അപ്പോൾ കണ്ടക്ടർ പറയുന്നുണ്ട് ഒരു 10 മിനിറ്റിൽ എപ്പോഴുള്ള എന്ന് പറയുന്നുണ്ട്. സ്ഥിരം ഏർപ്പാടാണല്ലോ. അപ്പോൾ ചേച്ചി വീണ്ടും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചേച്ചി ചോദിച്ചു ഭക്ഷണം കഴിക്കാൻ നിർത്താറായോ. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, എൻ്റെ പൊന്നേച്ചി വണ്ടി ഓൾറെഡി ലേറ്റായി, ആകെപ്പാടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ടൈമിംഗ് ഒക്കെ മൊത്തം തെറ്റി കിടക്കാൻ. അപ്പം ഇപ്പം എത്തും എന്ന് പറഞ്ഞു. ചേച്ചി ഒന്നും വേണ്ടിയില്ല, അവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി വീണ്ടും പോയി ചോദിച്ചു തുടങ്ങി ഭക്ഷണം കഴിക്കാൻ നിർത്താറായിരുന്നു. ആ സമയത്ത് ഇയാളുടെ കലിയെല്ലാം കൂടെ കൊണ്ടുകളായി. പുള്ളി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പുള്ളിയുടെ ബാഗിൽ നിന്ന് ഒരു ചോറ്റുപാത്രം എടുത്തിട്ട് ആ ചേച്ചിയുടെ മടിയിലോട്ട് ഇട്ട് കൊടുത്തു. അത്രയ്ക്ക് വിശപ്പാണെങ്കിൽ എടുത്ത് കഴുകി, അത് കഴിഞ്ഞിട്ട് എനിക്ക് വല്ലതും തന്നാൽ മതി, എനിക്കൊരു സമാധാനം തായെന്നും പറഞ്ഞു. ബസ്സിലുള്ള എല്ലാവരും ചിരിക്കാനൊക്കെ തുടങ്ങി. കൂടെ ഞാനും ചിരിച്ചു. എന്നിട്ട് ചേച്ചിയൊന്നും വേണ്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി പെട്ടെന്ന് ചാടി എണീറ്റു, ബെല്ലൊക്കെ അടിച്ചിട്ട് വണ്ടി എടുത്താൻ പറഞ്ഞു. അപ്പോൾ ഈ കണ്ടക്ടറിനെ കുരു കൂട്ടി. പുള്ളി ചീത്ത വിളിക്കാൻ തുടങ്ങി. പുള്ളി ചീത്ത വിളി മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് ചേച്ചി ബോധം കിട്ടുന്നതായിരുന്നു ബസ്സിനകത്ത്. പുള്ളി മറ്റേ അപസ്മാരമൊക്കെ വന്ന പോലത്തെ വിറയിലും കണ്ണൊക്കെ മേലോട്ട് പറ്റുമോ കൂടെ മൂത്രം പോയി. ചിലവന്മാരുണ്ട് ഇതിൻ്റെ അത്, വെറും അലവലാതെകൾ. ഇവന്റെയൊക്കെ സാമാനത്തിലുണ്ടല്ലോ ഒട്ടുപാല് കിട്ടണം. എന്നിട്ട് ചേച്ചി എന്ത് ചെയ്ത്? ചേച്ചിയെ ഞാനും അടുത്തൊരു നാളും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ട്. വലിയ സീനൊന്നുമില്ല, പക്ഷേ ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ അല്ലേ, നമുക്കൊക്കെ മുട്ടിയ നമ്മൾ വല്ല പാടത്തോ പറമ്പത്തോ ഏതെങ്കിലും ചെവരിലോ ഒക്കെ പോയി താഴെ സാധിക്കും. പെണ്ണുങ്ങളുടെ അവസ്ഥ അതാണോ? ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടല്ലോ ഇതുപോലെ കുറെ സംസാരങ്ങൾ. നമ്മുടെ ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രി. സിനിമയിൽ പിന്നെ എന്താ ഇല്ലാത്ത സംസാരമേ സംസാരം. അത് പറഞ്ഞപ്പോഴാ നമ്മളൊക്കെ ഇവിടെ എത്തിയതേ. ഓരോ സിനിമ ആഗ്രഹങ്ങളൊക്കെ അല്ലേ, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്ന വേറെ എന്തൊക്കെയോ. ഞാൻ എന്താ ജീവിക്കാൻ വേണ്ടി മറ്റേ വെഡിങ് ഹൈലൈറ്റ്സ് ഒക്കെ ചെയ്യുന്നു. സിനിമാറ്റോഗ്രാഫത്തിൻ്റെ വിഷമം മറക്കാൻ വേണ്ടിയിട്ട് ഹിമൽ വളയം പിടിക്കുന്നു. ആര് വിളിച്ചാലും ഏടിയാവാൻ വേണ്ടി നടക്കുന്നത്. ഇവനാണെങ്കിൽ ഊബറൊക്കെ ഓടി അങ്ങനെ പോകുന്നു. പിന്നെ ജമ്പന സിനിമാക്കാരനായിട്ടുള്ള ഹരിയോസ്കി. നീ പിന്നെ എന്താണ് എൻ്റെ പേര് പറയാത്തത്? എനിക്കും സിനിമ ആഗ്രഹമില്ലാത്തതൊന്നുമല്ല. ജീവിക്കാൻ വേണ്ടിയാണ് പട്ടിയെ പോലെ ഹോട്ടലിൽ പോയിട്ട് വല്ലവനും അരി വെച്ച് കൊടുക്കുന്നത്. ആ കാശുണ്ട് അവനൊക്കെ കഴിക്കുന്നു. നിങ്ങളെ വലിയൊരു കലാകാരനാണ്. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളൊക്കെ ഒളിച്ചു വെക്കുന്ന. സത്യം പറ, നിങ്ങളല്ലേ ജെയിംസ് ക്യാമറ? അല്ലടാ, ഞാൻ നോളൻ. ജെയിംസ് ക്യാമറോ? ഹരിയോസ്കി. ഹരി ബ്രോ, എന്നാ നിങ്ങളൊരു കഥ പറ. ഞാൻ പറയാം. ഹൊറാണ് സബ്ജക്റ്റ്. ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ അതിന്റെ ഫീൽ കിട്ടും. ചുമ്മാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫോണും കുത്തിക്കൊണ്ടിരുന്ന് അവസാനം കണവണ വർത്താനം പറഞ്ഞ എന്റെ സ്വഭാവമാണ്. ഫോൺ വന്നാൽ ഫോൺ എടുക്കും, മൂക്ക് ചൊറിഞ്ഞാൽ കിള്ളും. ഇയാൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഒരു നിർബന്ധമില്ല കേൾക്കണമെന്ന്. അന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതല്ല ചളി പറയാനല്ല,
നമുക്ക് ടെറസിൽ പോയാലൊന്ന് അവിടെ ആകുമ്പോ ചൂടുണ്ടാവില്ല, നല്ല കാറ്റായിരിക്കും, കഥ പറയാൻ പറ്റിയ മൂഡ്. നല്ലൊരു ഓപ്ഷൻ, അത് വേണ്ട നല്ലൊരു ഓപ്ഷൻ. വേണ്ട വേണ്ട വയ്യടാ. ഓള് വരെ വലിഞ്ഞ് പോണ്ടേ. സാറ് വരണില്ലേ? ലൈറ്റ് എടുത്തോണ്ടേ. ഈ പാടല്ലേ, ഇവിടെ ഞാൻ ഇടുന്നാ പോരെ. ഇയാളെ ചായ മുക്കി കൊന്നാലോ. അതേ മെനക്കേട്. ആടാ എനിക്ക് കൊണ്ടെടുത്തോ. എടാ എന്റെ ഗ്ലാസ് എന്റെ കയ്യിലുള്ള എന്താ? അതിനെ വേണ്ടടാ. നീ വെക്കാൻ പാടാ. പിന്നെ ഡാ ഹരി, ഫ്ലോ പോയാടാ. കേട്ട് കഴിയുമ്പോ ഞങ്ങളുടെ ഫ്ലോ പോയായിരുന്നു. കേറി വാട മക്കളെ. എന്റെ കയ്യിലുള്ളതൊക്കെ നല്ല കഥകളാണ്. അത് കേൾക്കുന്നവനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഇഷ്ടപ്പെടലൊക്കെ. ഇത് മറ്റേ ഡയലോഗ്. ഏത് ഒരു കഥാകാരന് സ്വന്തം കഥ സ്വന്തം മോളെ പോലെയാണ്, അവളെ കുറ്റം പറഞ്ഞാൽ പിടിക്കൂല, അതല്ലേ? എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കലാകാരൻ നിർബന്ധത്തിന് വഴങ്ങി വാണിജ്യത്തിന്റെ പേരിൽ സ്വന്തം മോളെ വ്യഭിചരിക്കാൻ കൊടുത്തിട്ടില്ല. എന്താ കാര്യം വ്യാപിച്ചു. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് എല്ലാത്തിനും എന്റെ കയ്യിൽ നിന്ന് പോണോ? ചോറുണ്ടാക്കണം, വച്ചു വളർത്തണം, എന്തോ അങ്ങനെ ഇതൊക്കെ. പ്രകാശം പരക്കട്ടെ. ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോ എന്തായിരുന്നു? ഫുൾ എൻജോയ്മെന്റ്, ഫുൾ അടി, ഫുൾ വൈബ്. ഇപ്പോഴും ഉണ്ടല്ലോ. എന്ത് ഇവിടെ 4 മാസമായി വയറ് മാറ്റാൻ പറഞ്ഞിട്ട്. കാറ്റ് വന്ന അപ്പ ഇറങ്ങിപ്പോവും. ആ വിളിച്ച നാളെ സെറ്റാക്കിയിരിക്കും. എല്ലാം കൂടെ ഒരു കണക്ഷൻ ആക്കി. ഇത് യദുവിന്റെ ഭാഗം പോരെ. അതിന്റെ കൂടെ കുപ്പിച്ചില്ലും കൊതുകും പിന്നെ ഒടുക്കത്തെ നാറ്റവും. വൈബ് ഭയങ്കരം തന്നെ. ഈ കുപ്പിച്ചില്ലും കോപ്പൊന്നും നീ കാണില്ലേ? കാലി കയറിയ കാലി കുത്തി കയറിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എടാ താമസിക്കുന്ന വൃത്തിയാക്കി ഇടണമെന്നുള്ളത് അവന് തന്നെ ചെയ്യേണ്ട ബോധമാണ്. അത് ഞാൻ എന്ത് പറയും? ആ അത് വേണം. ഇതിനെ ഒരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കൂ. പറ മോനെ. എന്റെ ബീർ ഞാൻ എടുത്തോട്ടാ. അതെന്താ, എനിക്ക് തൊള്ളയില്ലേ? കപ്പാസിറ്റി ഇല്ല. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. വേണ്ട ഹരിപ്രോ, നിങ്ങൾ കഥ പറയണ്ട, നല്ല കൊതുകുണ്ടിട്ടാ. നിങ്ങളെ തള്ളു നിർത്തിയാലേ എനിക്ക് പറയാൻ പറ്റും. ഓ അറ്റൻഷൻ പ്ലീസ്, അറ്റൻഷൻ പ്ലീസ്, പ്ലീസ്. കഥ പറ, കഥ പറ, കേക്കട്ടെ കേക്കട്ടെ. പറഞ്ഞു. ഇതൊരു ഹൊറർ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിലാണ് ഫുള്ള് കാര്യങ്ങൾ. നമ്മുടെ കഥാനായകന്റെ പേര് മാത്തുക്കുട്ടി എന്നാണ്. മാത്തു എന്ന് വിളിക്കും. മാത്തു ഒരു IT പ്രൊഫഷണലാണ്. നമ്മുടെ സണ്ണി വൈൻ്റെ ഒക്കെ ഏകദേശം ബോഡി സ്ട്രക്ചറും ലുക്കും ഒക്കെ ഉള്ള ഒരാൾ. മാത്തുക്കുട്ടി ഒരു ദിവസം കമ്പനി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി ലേറ്റായിട്ട് ഏകദേശം ഒരു 1 മണി, ഇതുപോലെ ഒരു മൂടുള്ളൊരു രാത്രി, 2 സൈഡിലും മരങ്ങളോട് തിങ്ങി നിറഞ്ഞ റോഡിലൂടെ മാത്തുക്കുട്ടിയുടെ കാറിൽ വീട്ടിലേക്ക് പോവായിരുന്നു. കാറിൽ പാട്ട് വെച്ചിട്ടുണ്ട്. മാത്തുക്കുട്ടി നോക്കുമ്പോൾ ദൂരത്ത് റോഡ് സൈഡിൽ ഒരമ്മയും കുഞ്ഞും കാറിന് കൈ കാണിക്കുന്നു. അടുത്ത ജംഗ്ഷൻ വരെ പോകാനാണ്. കയറിക്കോട്ടെന്ന് അമ്മ ചോദിക്കുന്നു. മാത്തു വരെ കാറിന്റെ പിന്നിൽ കയറുന്നു. കാറ് മുന്നോട്ട് പോകുന്നു. ഫുൾ സൈലൻസ്. ആരും ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് പിറകിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. മാത്തു തിരിഞ്ഞു നോക്കാതെ കാറിന്റെ പിറകിൽ എന്താ സംഭവിക്കുന്നതെന്ന് മാത്തു ശ്രദ്ധിക്കുന്നു. വെളിച്ചക്കുറവ് കാരണം മാത്തു നേരെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. മാത്തു ലൈറ്റിട്ട് ഗ്ലാസ്സിലൂടെ ശ്രദ്ധിക്കുമ്പോൾ പുറകിൽ ആ സ്ത്രീ കൈക്കുഞ്ഞിനെ കടിച്ച് പറിച്ച് തിന്നുന്നതാണ് മാത്തു കാണുന്നത്. പെട്ടെന്ന് മാത്തുവിന്റെ കൺട്രോൾ പോയി കാറിന് മരത്തിൽ ചെന്ന് ഇടിക്കുന്നു. മാത്തു കാറിൽ നിന്ന് ഇറങ്ങി കാട്ടിലൂടെ ദൂരത്തേക്ക് ഓടുന്നു. മാത്തുവിന് തിരിഞ്ഞു നോക്കാൻ പേടിയാവുന്നു. ഒരു രൂപം മുന്നിൽ വന്ന് നിൽക്കുമെന്നുള്ള പേടി. മാത്തുവിന്റെ ഓട്ടത്തിന്റെ വേഗത കൂടുന്നു. ഹൃദയം ശക്തിയായി ഇടിക്കുന്നു. പുറകിൽ ആരോ വരുന്നത് പോലെ മാത്തു മുന്നോട്ട് കുതിക്കുന്നു. മാത്തുവിന്റെ കാറിന്റെ വേഗത കൂടുന്നു. ശ്വാസത്തിന്റെ വേഗതയും കൂടുന്നു. പുറകിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി മാത്തു തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് രക്തത്തിൽ കുളിച്ച് ആ സ്ത്രീ മുന്നിൽ. മാത്തു സ്വപ്നത്തിൽ ഞെട്ടി നിൽക്കുന്നു. മാത്തു എണീക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയും 1 വയസ്സുള്ള കൊച്ചിനെ കാണാം. മാത്തു ലീനയും കുട്ടീനെ ശ്രദ്ധിക്കുന്നു. കണ്ട സ്വപ്നം വിശ്വസിക്കാനാവാതെ മാത്തു തലകുടഞ്ഞ് സ്വപ്നത്തിൽ കണ്ട സ്ത്രീയുടെയും കുട്ടിയുടെ രൂപം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പറ്റുന്നില്ല. മാത്തു വന്ന് കുറച്ച് അസ്വസ്ഥയോടെ ഓഫീസിലേക്ക് പോയി. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് മാത്തു വീണ്ടും ഉറങ്ങാൻ കിടന്ന് കണ്ണടയ്ക്കുന്നു.
എപ്പോൾ വേണമെങ്കിലും സ്വപ്നത്തിൽ കണ്ട ആ ഭീകര രൂപം മാത്തുവിന്റെ കൺമുന്നിലേക്ക് വരാം. എങ്ങും നിശബ്ദത. മാത്തുവിന്റെ ശരീരത്തിൽ എന്തോ ഒരു ഭാരം പോലെ തോന്നുന്നു. മാത്തു കണ്ണു തുറക്കുമ്പോൾ മുറി നിറച്ചും പച്ചനിറം. മാത്തു ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ മൂളലല്ലാതെ മറ്റൊന്നും പുറത്തേക്ക് വരുന്നില്ല. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മാത്തുവിന്റെ നാവിൽ ആണി കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശ് കുത്തി ഇറക്കിയിരിക്കുന്ന കാണാം. മാത്തുവിനെ ഒരു കസാരയിൽ കെട്ടിയിട്ട് ആ കസാരയുടെ 4 കാലുകൾ ചൂരിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാണാം. നിലത്ത് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. നാവിൽ നിന്ന് ഉമ്പുനീരും ചോരയും കലർന്ന ദ്രാവകം താഴെ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരികളിലേക്ക് വീഴുന്നു. ഓരോരോ മെഴുകുതിരികളായി കിടന്നു. മെഴുകുതിരികളിൽ നിന്നും ദൂരെ മാറി ചുവരോട് ചേർന്ന് മാത്തുവിനെ നോക്കി ഭാര്യ ലീനയും 1 വയസ്സുള്ള കൊച്ചും. എടാ നീ പോവാണോ? ഒറ്റയ്ക്ക് പോവല്ലേ? എടാ വയറ് ശരിയാക്കിട്ട് പേടിക്കണ്ട. ആര് അവനോടെ പോയ താഴെട്ടല്ല പോയ? ഓ ഇതൊരു ചളിയടാ. ഇതിലും ഭേദം ഇവന്റെ കഥയാണ്. ഡാ ബാക്കി പറ. ഓരോ മെഴുകുതിരികളും കെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് ലീനയും കൊച്ചും മാത്തുവിനെ ശ്രദ്ധിച്ച് നിൽക്കുന്നു. മാത്തു സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നു. ആകെ വിയർത്ത് കുളിച്ചിരിക്കുന്നു. അടുത്ത് ഭാര്യയും കൊച്ചും കിടപ്പുണ്ട്. മാത്തു 2 പേരെ ശ്രദ്ധിക്കുന്നു. സ്വപ്നത്തിൽ കണ്ട സ്ത്രീയും കൊച്ചും ഭാര്യയും മകനുമാണെന്ന് മാത്തുവിന് മനസ്സിലാവുന്നു. മാത്തു അവിടെ നിന്ന് നേരെ ഇറങ്ങി ഓഫീസിലുള്ള ഫ്രണ്ടായിട്ട് ഓമനോട് കാര്യങ്ങൾ പറയുന്നു. ചിലപ്പോൾ മൈൻഡിൻ്റെ ആയിരിക്കുമെന്നും കുറച്ച് ദിവസം ലീവ് എടുത്ത് റിലാക്സ് ചെയ്ത് വീട്ടുകാരോട് സ്പെൻഡ് ചെയ്താൽ ശരിയാവുന്ന ടോം പറയുന്നു. ടോം മാത്തുവിനെ മടക്കി അയക്കുന്നു. അങ്ങനെ മാത്തു കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിലെ ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നു. TVയോട് ചേർന്നുള്ള മിററിൽ ശ്രദ്ധിക്കുമ്പോൾ അടുക്കളയിൽ ലീന ജോലി ചെയ്യുന്ന കാണാം. അടുക്കളയിൽ ലീന എന്തോ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. മാത്തു ഇടയ്ക്കിടയ്ക്ക് മിററിലൂടെ ലീനയെ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് ലീന ഒരു പരിങ്ങലോടെ ചുറ്റും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കറി വെക്കാൻ മേടിച്ചുകൊണ്ട് വന്ന ബീഫ് എടുത്ത് പച്ചക്ക് കടിച്ച് പറിച്ച് കഴിക്കുന്നു. അത് കണ്ട് മാത്തു ഞെട്ടി വീടിന്റെ വെളിയിലേക്ക് ഓടി കൂട്ടുകാരനായി ടോമിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു. നീ വിഷമിക്കണ്ട, നമുക്ക് ലീനയുടെ വീട് വരെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് ടോം പറയുന്നു. 2 പേരും ലീനയുടെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. ഹൈ റേഞ്ചിലൂടെ കാറിൽ അവർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും റബ്ബർ മരങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒറ്റപ്പെട്ട ഒരു കുന്ന്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ലീനയുടെ വീട്. ചുറ്റും ഇരുട്ട്. ചീവീടുകളുടെ മാത്രം ശബ്ദം. കറക്റ്റ് ഇതേ സമയം കാറ് ലീനയുടെ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് കുറച്ച് മാറി നിർത്തുന്നു. മാത്തു കാർ ഓഫ് ചെയ്യുന്നു. പേടിക്കണ്ട, പേടിയാണെന്ന് ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാമെന്ന് ടോം പറയുന്നു. പയ്യെ ടോം കാറിൽ നിന്നിറങ്ങി ഗേറ്റിനെ ലക്ഷ്യമാക്കി നടക്കുന്നു. ഗേറ്റിന് കാവലായി വെളുത്ത പൂച്ചക്കണ്ടുള്ള അപ്പൂപ്പനായ വാച്ച്മാനെ കാണാം. അപ്പൂപ്പൻ്റെ അടുത്ത് സംസാരിച്ച് ടോം വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. ടോം പോകുന്നത് ശ്രദ്ധിക്കുന്ന വാച്ച്മാൻ. മാത്തു
കാറിൽ ഒറ്റയ്ക്ക് പേടിച്ചിരിക്കുന്നു. പുറത്ത് ഫുൾ നിശബ്ദത, തണുത്ത കോട നിറഞ്ഞ കാറ്റ്. മാത്തു പേടിയോടെ ടോമിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ടോം പോയിട്ട് കുറേ നേരം കഴിഞ്ഞ് മാത്തു ടോമിനെ ഫോൺ ചെയ്യുന്നു. ഫോൺ സ്വിച്ച് ഓഫ്. മാത്തുവിൻ്റെ ഹൃദയം ശക്തിയായി ഇടിച്ചു തുടങ്ങി. ചുറ്റും നിശബ്ദത. മാത്തു ധൈര്യം സംഭരിച്ച് കാറുമായി ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്ന് വെള്ളപ്പൂച്ച കണ്ടുള്ള അപ്പൂപ്പനെ കഷ്ടപ്പെട്ട് ചിരിച്ചു കാണിച്ച് വീടിൻ്റെ അടുത്തേക്ക് കാറുമായി ചെന്നു. മാത്തു കാറിൽ നിന്നിറങ്ങി കോളിംഗ് ബെല്ലടിച്ചു. പുറത്തായിട്ട് ടോമിൻ്റെ ഷൂ കാണാം. ലീനയുടെ അപ്പം വാതിൽ തുറക്കുന്നു. മാത്തുവിനെ കണ്ട സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിക്കുന്നു. കൂടെ ലീനയുടെ അമ്മയും സഹോദരിയും സഹോദരിയുടെ 5 വയസ്സായ പെൺകുട്ടി. മാത്തു വീട്ടിൽ കയറിയിരിക്കുന്നു. ടോമിനെ ചുറ്റും നോക്കുന്നു. എങ്ങും കാണുന്നില്ല. മാത്തു പേടിച്ചും മടിച്ച് ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ലീനയുടെ അപ്പൻ കണ്ണു തുറച്ച് ചിരിച്ചുകൊണ്ട്, ഇവിടേക്കൊക്കെ ആര് വരാനാ? അഥവാ വന്നാൽ തന്നെ വഴി തെറ്റി വരുന്നവരാ കൂടുതൽ. അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതാ ഇപ്പം ഞങ്ങളുടെ പ്രധാന പണിയെന്ന്. മാത്തു അത് കേട്ട് ടെൻഷനാവുന്നു. ലീനയുടെ സഹോദരി മാത്തുവിനെ ഫുഡ് കഴിക്കാൻ ക്ഷണിക്കുന്നു. മാത്തു മടിച്ച് ടെൻഷനോടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഓരോരുത്തരായി കഴിച്ചു തുടങ്ങുന്നു. ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് ചേച്ചി ഒരു കറി വിളമ്പിക്കൊടുക്കുന്നു. മാത്തു കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കറിയിൽ നിന്നൊരു കൊച്ചിന്റെ വിരൽ കിട്ടുന്നു. മാത്തു അത് കണ്ട് പേടിച്ച് ഛർദിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് മാത്തു ഓടി വീടിന്റെ പുറത്തിറങ്ങുന്നു. ഓടുന്നതിന്റെ വലതുവശത്തായി പച്ചപ്പൂരിച്ച ഗാർഡനിൽ കുഴി ഒഴിക്കുന്ന വാച്ച്മാനായ അപ്പൂപ്പനെ മിന്നൽ വെളിച്ചത്തിൽ കാണാം. തൊട്ടടുത്ത് നിൽക്കുന്ന 5 വയസ്സായ പെൺകുട്ടി. പെൺകുട്ടിയുടെ ടോമിന്റെ തല. മാത്തു അത് കണ്ട് പേടിച്ചലറി പുറത്തേക്ക് ഓടി വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. മാത്തു പേടിച്ച് വിറച്ച് കാറുമായി തൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. കാറിൽ നിന്നിറങ്ങി വീടിൻ്റെ കതക് തുറക്കുമ്പോൾ മുറി നിറയെ പച്ച നിറം. മുറിയുടെ സീലിംഗിൽ 4 കാലിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന കസേരകൾ. കസേരയ്ക്ക് താഴെയായി കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരികൾ. മെഴുകുതിരിയിൽ നിന്നും കുറച്ച് മാറി മുകളിലെ കസേരയിലേക്ക് നോക്കി കയ്യിൽ ആണി കൊണ്ടുള്ള കുരിശുമായി നിൽക്കുന്ന ലീനയുടെ മാറിൽ പാല് കുടിക്കുന്ന കൊച്ചു മാത്തുവിനെ നോക്കി ചിരിക്കുന്നു. കൊച്ചിന്റെ വായിൽ നിറയെ ചോര. കറണ്ട് പോയി. ദേമേ അർജുന ഫൽക്കനം പാർത്ഥൻ ജിഷ്ണുഗിരി ആണോ? എന്റെ കടമറ്റത്ത് കത്തനാരെ എന്തോന്നടാ? എടാ പേടിയാണ്ടാ. എന്തിന്? രാത്രി മനുഷ്യന് ഈ ടൈപ്പ് കഥകളൊക്കെ പറഞ്ഞ പിന്നെ ഫീൽ ആവില്ലേ? നീ ഓവറാക്കല്ലേ. പിന്നെ കറണ്ടും പോയി. പൊളിക്കഥയാട്ടാ, ഒരു രക്ഷ. അത്ര പൊളിയൊന്നുമല്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ടൈ അത് മൂത്രമൊഴിച്ചിട്ട് വന്നാലോ? വന്നാലോ അല്ല പോയാലോ? നീ വരുന്ന വിളിച്ചോണ്ടിരിക്കാണ്ട് പറയടാ. പേടിയാണ് സമ്മതിക്കും. മുതലെടുക്കാണോ സച്ചി? പേടിയാണ്. നീ വാ. സോറി, ഞാൻ നിലപാട് മാറ്റിയിരിക്കും. ഇതവിടെ ലൈറ്റ് ഇല്ലാത്ത കാരണമുണ്ടല്ലോ നിന്നെ ഞാൻ വിളിച്ചത്. എടാ ഇവന്റെ ഈ മൂഞ്ചിയ കഥ കേട്ടിട്ടാണ് നിനക്കൊക്കെ പേടി. വെറുതെ ബിൽഡപ്പ് ഇങ്ങനെ കൊടുത്ത് അവനെ വഷളാക്കല്ലേ. പോയി വിളിച്ചിട്ടോ. ദൈവമേ കാത്തോണ്ട് പേടി. നീ പേടിക്കണ്ടോ, വെർജിൻ ബോയ്സിനെ മാത്രമേ പ്രേതം പിടിക്കുള്ളൂ. ഇത് എപ്പോഴും എഴുതിയാര് ബ്രോ? കുറച്ചായി ആയിട്ടുണ്ട്. അത് ശരി, സ്വന്തം ആവശ്യത്തിനുള്ള ഷർട്ടൊക്കെ എടുത്ത് പോക്കറ്റ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ? പണ്ട് ഇത് തന്നെയാണല്ലോ ശീലം. കുറെ സിനിമയായിട്ട് സാമ്യമൊക്കെ ഉണ്ട്, കുറെ കാര്യങ്ങൾ ശരിയാക്കാൻ ഉണ്ട്. പേടിക്കണ്ട, നമുക്കൊന്നിരിക്കാം. ഇരുന്നാ നീയൊക്കെ അങ്ങ് തൊലിക്കും.
വയർ ലൂസാടാ. വേഗം ഇതാണ് ഒരു കാറ്റ് വീശ തീരാവുന്ന പ്രശ്നം നമുക്ക് ഉള്ളൂ. ഇന്ന് KPCC-യിലുള്ളത് കളിക്കാതെ മര്യാദയ്ക്ക് സംസാരിക്കും സ്ട്രീമർ മോഹൻ. ഇതെന്താ നീ കളിക്കണ? പബ്ജി നീ കണ്ടല്ലോ. ബാറ്റിൽ റോയൽ പടത്തിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് സെറ്റ് ചെയ്ത ഗെയിം. ഇംഗ്ലീഷ് പടാ? ജാപ്പനീസ്. ജപ്പാനാ? നീ എന്തിട്ട് ഇപ്പൊ ചെയ്യണേ? അപ്പം നമ്മളിങ്ങനെ തോക്കും പരിപാടിയും എല്ലാം എടുത്ത് സ്കോപ്പും എല്ലാം സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ടീമായിട്ട് ചണ്ട പിന്നെ വെടി വെച്ചങ്ങോട്ട് കൊല്ലല്ല. എടാ ഇതേ മലയാളം സംസാരിക്കുന്നത്. ആടാ മലയാളീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ടീം മലയാളീസാ. അവൻ കോഴിക്കോടുകാരനാ. ആ അത് ശരി. കോഴിക്കോട് ഭാഷ, ജാപ്പനീസ് ഗെയിം. ജാപ്പനീസ് ഗെയിം അല്ലടാ, ജാപ്പനീസ് സിനിമ. അതിന് ഇൻസ്പയർഡ് ആയ ഗെയിം. ഓ ബൈ ദ വേ, എത്ര പേരെ കൊന്നിട്ടുണ്ടാവും താങ്കൾ? മേ ബി മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. ഇത്രേ ഉള്ളൂ. താങ്കളുടെ കയ്യിൽ 7 കിങ്ഡം ഭരിക്കാനുള്ള ഡ്രാഗൺ ഉണ്ടോ? ആ നീല തീ തുപ്പുന്ന ഡ്രാഗൺ? ഓ നോ, ഫുൾ എപ്പിസോഡ് കണ്ടോടാ. കണ്ടുടാ. എന്തൊക്കെ ബിൽഡപ്പ് ആയിരുന്നു. അവസാനം കൊണ്ടേ കലോടച്ച് കളഞ്ഞില്ലേ? നശിപ്പിച്ച ഡിസാസ്റ്റർ. അത് മറ്റേ സീരിയൽ അല്ലേ? ഇൻസൾട്ട് ചെയ്യലോടോ ഇതിനെ. സീരിയൽ അല്ലടോ, അത് സീരീസ് ആണ്. എല്ലാം ഒന്ന് തന്നെടാ. നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോ സീരിയൽ, അവരുടെ നാട്ടിൽ ചെയ്താ സീരീസ്. എടാ നിന്ന് ആലോചിക്ക്, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള സിനിമയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ കോമഡി ആണല്ലേ? ചളിയായന് ഒരുമാതിരി ഡ്രക്കാരിസ് ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്നൊക്കെ എഴുതി ഫ്ലക്സ് ഒക്കെ അടിച്ച് അതിന്റെ അകത്ത് പാല് കുടിച്ച് ഒരുമാതിരി പഞ്ചായത്ത് സെറ്റപ്പ് ആയ. നിങ്ങൾ അത് വിട്. എന്നിട്ട് ഇവിടുത്തെ കാര്യം പറ. ഇവിടെ എന്ത് പറയാൻ? ഞാൻ കുറച്ചു മുമ്പ് ഒരു കഥ പറഞ്ഞില്ല, അതിനെ പറ്റി പറ. എപ്പോഴും കേൾക്കും പോലെ തന്നെ കുറെ സിനിമകളുടെ കഥ കുത്തിത്തച്ച് വെച്ചേക്കുന്ന പുതിയൊരു ഐറ്റം. അതേ സിനിമ കുറെ ഉണ്ടല്ലോ. നമ്മുടെ രാജുവേട്ടന്റെ എസ്ര ആ പട്ടിയുടെ തലയൊക്കെ ആയിട്ട് മതിലിന്റെ മുകളിൽ കൂടെ പുതുമഴയെ പാട്ടൊക്കെ ആയിട്ട് ആലിനാണല്ലോ. അതിന് എസ്ര എന്നിറങ്ങിയതാ കുറെ നാളായില്ലേ ഈ കഥ. അതിനേക്കാൾ എത്ര നാൾ മുമ്പ് ഞാൻ എഴുതിയടാ. എടാ ചെയ്ത നിനക്ക് ഓർമ്മയില്ലേ ഈ കഥ? ഞാൻ ചീടിക്കട വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞുതരാം. എസ്ര അല്ല, കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മൾ മറ്റേ കരിമണൽ കുളത്തിന്റെ അവിടെ വെച്ചിട്ട് നായരായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ കഥ അല്ലേ? അതിനുമ്പ് എഴുതിയൊന്നുമല്ല. അങ്ങ് മാറിക്ക ശുംഭൻ. ആ ഇത് പറഞ്ഞപ്പോഴാ നല്ലൊരു സംഭവം ഉണ്ടായി. ഞാൻ ഹരിപ്രോ നമ്മുടെ അമ്പലത്തിൽ പോയി കളക്ഷൻ എടുക്കാൻ. വൈകിട്ട് ദീപാരാധന തുടങ്ങുന്നതിന് മുമ്പ് അപ്പൊ ഹരിപ്രോന്റെ നാട്ടിലെ ഏതോ വലിയൊരു പൂജാരി അതിലൂടെ ഷർട്ട് ഇടാണ്ട് നടക്കണ്ടായിരുന്നു. നാട്ടിലെ ഹരിബ്രോന്റെ ഏതോ വലിയ ഗഫൂർക്ക ദോസ്തൊക്കെ ആയിരുന്നു പോലും. ഇയാളെ കണ്ടപ്പോ ഹരിബ്രോ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ആളെ പിടിച്ചു നിർത്തിയിട്ട് രാവണിയേട്ടാന്നൊരു ഡയലോഗ്. അപ്പൊ രാവണിയേട്ടന്റെ ഡയലോഗ് അശുദ്ധാക്കിയല്ലോ, അങ്ങോട്ട് മാറി നിക്ക ശുംഭന്നൊക്കെ. ടെറർ സീനായില്ലേ? ആൾക്കാരൊക്കെ നോക്കണ്ട്. ആൾക്കാരുടെ മുമ്പിൽ ഹരിബ്രോ സട്ടിയില് തൂറിയ പോലെ. സട്ടിയ. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ലോക സിനിമയുടെ കാര്യം എടുക്കുക. അതിൽ ആദ്യം തന്നെ എന്താ കാണിക്കുന്നത്? കേന്ദ്ര കഥാപാത്രത്തെ അതിന്റെ ചുറ്റുപാടുകളും പറയും. എന്നിട്ട് ഈ കേന്ദ്ര കഥാപാത്രം ഒരു പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കും. എന്നിട്ട് അവസാനം കേന്ദ്ര കഥാപാത്രം ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കും. ഇനി മലയാള സിനിമ എടുത്താലോ, ആദ്യമേ നായകനും ചുറ്റുപാടും പറയും. എന്നിട്ട് നായകനെ ഒരു പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കും. എന്നിട്ട് അവസാനം ഈ നായകനെ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കും. അതിൽ കൂടുതൽ എന്ത് മൈരാടാ ഈ സിനിമയിലുള്ള? അതിന് നീ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. നീ ഇത്ര വലിയ കൊണാണ്ടാണെങ്കിൽ പിന്നെ നീ എന്താ ഇതുവരെ മുളയ്ക്കാത്തത്? പിന്നല്ലാതെ ഞാൻ ഇന്ന് എല്ലാ കഥയ്ക്കും നിനക്ക് ഭയങ്കര പ്രശ്നമാണ്. ഭാവം കണ്ടാ തോന്നുന്നു നീ പത്മനാഭനെക്കാളും വലിയ ഇവന്മാർക്ക് ആർക്കും ഇല്ലല്ലോ ഈ പ്രശ്നം. നിനക്ക് മാത്രമല്ല ഇത്ര വലിയ കിടങ്ങൂന്ന് വിചാരിച്ചമാര് പറയാത്തായിരിക്കും. നീ എഴുതുന്ന കഥയൊക്കെ കൂറയാടാ. എന്നിട്ട് നീ കഥകളൊന്നും എഴുതാറില്ലല്ലോ. അല്ല ഞാൻ പറയാറുമില്ലല്ലോ, നീ അല്ലേ എപ്പോഴും പറയുന്നത്. പിന്നെ എന്റെ കഥ മാത്രം പറയുമ്പോ ആവശ്യമില്ലാത്ത കുത്തലുണ്ട് കേട്ടോ നിനക്ക്. എടാ ഹരി, നിനക്ക് മുടിഞ്ഞ കോംപ്ലക്സ് ആണ് കേട്ടോ. നിന്റെ കഥ കൊള്ളൂലെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സിന്റെ പണ്ട് പോലെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാണ്. നിനക്ക് മാത്രം എന്റെ അടുത്ത് ഇത്ര വലിയ പ്രശ്നമുള്ളൂ. നീ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതാണ് നിന്റെ പ്രശ്നം. എടാ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? നീ വീട്ടിൽ പോയി പറഞ്ഞ ആവശ്യമില്ലാത്ത വർത്താനം പറയാതെ. എന്താ ആവശ്യമില്ലാത്ത വർത്താനം? പിന്നെ തൊലിഞ്ഞ വർത്താനം പറഞ്ഞ പിന്നല്ലാതെ. എടാ നീ കോപ്പി അടിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള വല്ല പടത്തിൽ നിന്നെങ്കിലും കോപ്പി അടിക്കും. പിന്നെ തന്തയ്ക്ക് പറയാൻ പറയുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ ഇതിന്. എടാ പുല്ലേ, ഒരുമാതിരി കുറച്ച് വർത്താനം. നീ ആരാണ് നിന്റെ പേര്? എന്താ എന്റെ കഥ നല്ലതെന്ന് സമ്മതിച്ചാ? കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് തന്നെ സമ്മതിക്കും. അതിന് ജിതിന് ഒരു മൈരിനെ പേടിയില്ല. എന്താ പറയടാ എന്റെ കഥ നല്ലതെന്ന് പറയടാ. കൊള്ളൂലടാ, നിന്റെ കഥ ഈ ലോകത്തിലെ ഏറ്റവും ഊള കഥയാണ്. നീ കൊള്ളൂല. നീ സിനിമ വിട്ടിട്ട് വേറെ വല്ല പണിക്കും പോകും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. നിന്റെ അമ്മയെ പറ്റി ഒന്നുമല്ല ഞാൻ. അമ്മയ്ക്ക് പറയുന്നോടാ സൂട മോനെ. നിനക്ക് അവിടെ നിന്നാ മതി. നിനക്കൊക്കെ എന്നെ പുച്ഛമാണല്ലടാ. എനിക്ക് കഴിവില്ലല്ലടാ. എന്റെ കഴിവിളക്കുന്ന യന്ത്രം നിന്റെയിലല്ലേ ഇരിക്കുന്നത്. എനിക്ക് കഴിവില്ല എന്ന് പറയാൻ. തമാശ കളിക്കാൻ അവരെന്തെങ്കിലും പറ്റും. ഇതാണോ തമാശ ഗെയിമിലെ? നിനക്ക് ചാവണ പോയി ചാവണ.
പേടിച്ചോ? ഹരി കളിക്കല്ലേ? നീ പേടിച്ചോ? സത്താ എണീക്കടാ. നിനക്ക് ചാവണ ഓടാ. ഏതാവിടെ ചത്താ? നീ ഒറ്റ കൊത്തുന്നു ഞാത്താ. എന്തിന് അവിടെ പോയിടാ? ഇരിടാ അവിടെ. അവിടെ അല്ല നീച്ച അവിടെ പോയിടാ. ഓടാ. ഇരിക്കടാ അവിടെ. ഞാൻ വേറൊരു കഥ പറയട്ടാ. ഹരി എന്ത് കോലാടാ ഇത്? ഏത് ബ്രോ? നമുക്ക് പബ്ജി കളിച്ചാലോ? വേണം. നമുക്ക് പബ്ജി കളിക്കാനാ? ഫോണ്ട് പബ്ജി കളിക്കാം. പബ്ജി കളിക്കാം. കളിക്കാം നമുക്ക്. ഇവലെ സത്യം പറഞ്ഞ അവളും ഇല്ലായിരുന്നടാ കൂടെ ഇഷ്കാണ്. ഉണ്ടായിരുന്നു. ഫോണ്ടാടാ. 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 ഹരി കളിക്കില്ല. നമ്മുടെ ജിതിൻ കളിക്കൂടാ. ഞാൻ ഇനിയും കളിക്കും. നീയൊക്കെ എൻ്റെ കഥ കേട്ടിട്ട് കൊള്ളാന്ന് പറയാതെ, എനിക്ക് കഴിവുണ്ടെന്ന് പറയാതെ ഒറ്റൊരുത്തനും ഇവിടുന്ന് അടങ്ങി പോകത്തില്ല. കഴിവുണ്ട്. നിന്റെ ഒന്നും ഓശാരം എനിക്ക് വേണ്ട. എൻ്റെ കഥ കേട്ടിട്ട് നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. ബ്രോ നിങ്ങളെ താറ്റാൻ അറിയാതെ പറഞ്ഞല്ലേ ബ്രോ. കഴിവ്. അപ്പൊ എനിക്ക് കഴിവുണ്ടല്ലേ? എന്റെ കഥ കൊള്ളാല്ലേ? മൂടായി മൂടായി മൂടായി. കഥ പറയാല്ലേ? കഥ പറയട്ടെ? കഥ പറയട്ടെ? കഥ പറയട്ടെടാ. ജിതിനാ അവൻ കേട്ടോളത്. ജിതിന കഥ പറയട്ടെടാ. കേക്കലടാ നീ കഥ? പറയട്ടെ? ഇത് പറയട്ടെടാ. പറയണേ. എക്സ് എന്നും വൈന്നും പറഞ്ഞ് 2 പിള്ളേരുണ്ടായിരുന്നു. അവർ ഈ കണക്ക് ടീച്ചറിന്റെ മക്കളായിരുന്നു. അപ്പൊ ഈ സ്കൂളിലെ ഓഡിറ്റോറിയം ശരിയാക്കുന്നതിന്റെ പേരിൽ അച്ഛൻ സാറിനും അമ്മ ടീച്ചർക്കും സർക്കാരിന്റെ നിന്ന് കുറച്ച് എക്സ്ട്രാ കാശ് കിട്ടി. അപ്പൊ അവര് എക്സിന് വൈകി എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എക്സിനോടും വൈനോടും എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം എക്സ് പറഞ്ഞു എനിക്ക് പൂട പൂച്ചനെ മതി എന്ന് പറഞ്ഞു. വൈ പറഞ്ഞു എനിക്ക് പൂട പട്ടീനെ മതിയെന്ന്. 2 പേരെടുത്തും ഒരു കൊലത്തിൽ നിന്നുള്ളൊരു മൃഗത്തിനെ എടുക്കാന്ന് പറഞ്ഞപ്പോൾ കണക്ക് ടീച്ചർമാരുടെ മക്കളല്ലേ, ദേഷ്യമില്ലായിരിക്കും. അവരതിൽ തന്നെ ഉറച്ചു നിന്ന്. പാച്ചിക്കാരാണ് പോരാ ദേഷ്യക്കാരും. അങ്ങനെ പൂടപ്പട്ടിയും പൂടപ്പൂച്ചയും വീട്ടിലേക്ക് വന്നു. പിള്ളേർക്ക് സന്തോഷമായി. അവരതിനെ തലയെ കയറ്റി വെച്ച് വളർത്തി. പിന്നെ പട്ടീൻ്റെ പൂച്ചൻ്റെ കാര്യം അറിയാലോ. ഒരു ദിവസം എക്സും വൈയും സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ കാണുന്നത് ഈ പൂടപ്പട്ടി കടിച്ചു വന്ന പൂടപ്പൂച്ച. എക്സിനും വിഷമായി, വൈക്കും വിഷമായി. പേര് മാറരുത് കേട്ടോ. എക്സ് പട്ടി, വൈ പൂച്ച. അങ്ങനെ ഈ കാര്യം ഓർത്ത് എക്സ് വിഷമിച്ച് എക്സിന് പനി പിടിച്ചു. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ പോകാതെ വീട്ടിൽ ഇരിക്കുന്ന എക്സിൻ്റെ അടുത്ത് നമ്മുടെ ഈ പൂടപ്പട്ടി ഉണ്ടല്ലോ, ഇങ്ങനെ വന്ന് മാപ്പു നൽകൂ
മഹാമതേ മാപ്പു നൽകൂ ഗുണനിധേ എന്നിങ്ങനെ പാടി പാടി കാലിൻ്റെ അവിടെ ഇങ്ങനെ നക്കി നക്കി പൂടപ്പെട്ട് ഇങ്ങനെ കിടന്നു. അപ്പൊ എക്സ് എന്ത് ചെയ്ത് പയ്യെ പയ്യെ അതിന്റെ തോളത്തിങ്ങനെ തലോടി 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 അതിനിങ്ങനെ പൊക്കിയെടുത്ത് ഒരു ചാക്കിൻ്റെ അകത്തിട്ട് ആ ചാക്കിങ്ങനെ കറക്കി 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 അടുക്കളയുടെ അവിടെ ചെന്നിട്ട് അമ്മിക്കലിന്റെ അടുത്ത് എത്തിയിട്ട് ഈ ചാക്ക് അമ്മിക്കല്ലിൽ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് 1 2 3 പട്ടി പൂച്ചനെ കൊല്ലും. അത് പട്ടി കുളിക്കുന്നിടത്ത് പൂച്ച ഒളിഞ്ഞു നോക്കിയിട്ടല്ല, അത് അതിന്റെ കൊലത്തിന്റെ കൊണമാണ്. ഇതിലൊന്ന് ഞാനാ. ആറാ ഞാൻ? കറക്റ്റ് പറ, ഇതിലേതാ ഞാൻ? പേരിന്റെ കൺഫ്യൂഷനാണ്. വൈ പട്ടി, എക്സ് പൂച്ച. നീ പറ, ഇതിലേതാ ഞാൻ? ഇവലെ പറടാ, അല്ല ഞാൻ കുത്ത്. വൈ അല്ല, എക്സ് ആണ് പട്ടീനൊക്കെ. എക്സ് അല്ല, ശരിക്കും ഞാനാരാന്നറിയോ? ഞാനാരാന്നറിയോടാ? ആ ചാക്കില് വിട്ടുപോയ പട്ടിയാണോ ഞാൻ? ചാക്കില് വിട്ടുപോയ പട്ടിയാണോ? പട്ടിയാണോ ഞാൻ? ആ ചാക്കിൽ അടിച്ചടിച്ചടിച്ചടിച്ച് കൊന്നില്ലേ? പട്ടിയാണോ ഞാൻ? പട്ടിയാണോ ഞാൻ? നല്ലല്ലടാ, ഞാൻ പട്ടിയില്ലടാ. എന്നെ കൊന്നാരാ? ആരാടാ എന്നെ കൊന്നേ? ആരാ എന്നെ കൊന്നേ? ഇതിനെ പറഞ്ഞതിനെ നീ എന്നെ കൊന്നെന്ന് പറയടാ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പഞ്ഞിമുട്ടായി, കോലുമുട്ടായി, അണ്ണന്റെ കോളേജ്, ഇതൊക്കെ ഞാൻ നിനക്ക് മേടിച്ചത് മറന്നു പോണ പന്നി. പുളിയച്ചാറിലെ കുരു രുദ്രാക്ഷാണെന്ന് പറഞ്ഞ നമ്മളെ സജീറിനെ തല്ലിയത് നിനക്ക് ഓർമ്മയുണ്ട? അതിന്റെ തത്തി ഇട്ടോ എനിക്ക് പൊന്തി പറയടാ. ചത്താതി ചത്തോ നോക്കടാ, അത് നോക്കടാ. ജിതിനെ 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 അനങ്ങുന്നില്ല. ചത്താവാ? ചത്താടാ നീ? ചത്തോ? ചത്തോ നീ? അവൻ പോയി. ഞാൻ വേറൊരു പറയാം. കുത്തു നിങ്ങളെ നിങ്ങളെ നിനക്ക് വേഗം ചോദിമല കാണാ? നിനക്ക് കാണാ? ഇതെത്രടാ? നിങ്ങക്ക് എൻ്റെ അടുത്ത് ഒട്ടും ഇഷ്ടമല്ല. നമ്മുടെ ആയിട്ടുണ്ടല്ലോ അവൻ പാട്ടെ, അവൻ എൻ്റെ കഥയൊക്കെ കേട്ടോളൂ.
ആരും മിണ്ടരുത് കേട്ടോ. ഇതുപോലെ എന്നെ അറിയാലോ, എന്നെ അറിയാലോ. ഞാൻ ഷമ്മിയാടാ. നമുക്ക് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ജോലിയായിട്ടിരിക്കും. എന്റെ ഇനിയും കഥയുണ്ട്. ലവ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡ്രാമയുണ്ട്, സെക്സ് ഉണ്ട്. സെക്സ് പറയട്ടെ? സെക്സ് ഉണ്ട്. ഇതാര് എത്ര നേരാണ് ഇത് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്? എവിടെ പോയി കിടക്കായിരുന്നു? നീ സിഗരറ്റ് വാങ്ങിയ എടുക്ക്. ചെറുതൊക്കെ വാങ്ങിച്ചു അവന്മാരൊക്കെ അടിച്ച് ഓഫായി. അവരെല്ലാം അടിച്ച് ഓഫായി കിടക്കുക. നീ വാ, കഥ പറയാം. ഒരു കാര്യമുണ്ട്. അതാ കയറി വാ. വാ നീ. ആരാ? ലീന ബാബു എൻ്റെ കൂടെ ഇറങ്ങി വന്നതാ. എൻ്റെ പൊന്നളിയെ ഞാനായിട്ട് ഇറക്കി കൊണ്ടുവന്നതെന്നല്ല, അവള് ബസ് സ്റ്റോപ്പിൽ വന്ന് വിളിച്ചപ്പോഴാ കാര്യം ഞാൻ അറിഞ്ഞു. അവളായിട്ട് ഇറങ്ങി വന്നതാ. അമ്മമ്മ അറിയാതെ ഒരു വിധത്തിൽ അകത്തോട്ട് കയറ്റിയത്. ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ ക്ഷമിക്കും. നാളെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നിങ്ങളുടെ പേരെന്താ? ലീന. നിങ്ങളുടെ വിശ്വാസമാണ്? അങ്ങനെ ചോദിച്ചാ അല്ല. കല്യാണം കഴിഞ്ഞ? ഇതിപ്പോ ഇത്രയും രാത്രിയായില്ലേ, ഇപ്പൊ നാളെ കഴിച്ചപ്പോ. താങ്ക് യു. എതുക്കിട്ടാ ആരാ വന്നേ നോക്കണ. എടാ ലൈറ്റർ എടുത്തടാ. ഞാൻ വലിച്ചോട്ടെ. നമ്മളിവിടെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ജോളിയായിട്ടിരിക്കുന്നു. കുറച്ച് അടിച്ചിട്ടുണ്ട്. ആ അജിത്ത് പറഞ്ഞായിരുന്നു. എടാ ഇത് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എപ്പോഴും ഫോൺ വിളിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചില്ല ആൻറ്റി വല്ലായിരിക്കുന്നു. ഇവന്മാർക്കൊക്കെ അറിയാലോ. എന്താ എനിക്കറിയില്ല അത്. ഇനി അടുത്ത് കറക്റ്റ് സമയത്ത് ജിതിനും ഓഫായി. ഇപ്പൊ നാളെ എന്ത് ചെയ്യുമെന്തോ. നീ എന്തിനാ വിഷമിക്കുന്നു? നമ്മളല്ലേ ഇവിടെ, ഞാനല്ലേ ഇവിടെ. ഞങ്ങളെ ഞങ്ങളുടെ വീട് എവിടെ? കണ്ണൂര്. അയ്യോ കണ്ണൂർ എവിടെ? പയ്യന്നൂര്. പയ്യന്നൂർ എവിടെ? വെള്ളോര കക്കര. നമ്മുടെ നാട് എനിക്കറിയാം. മാനവങ്കലം, കുറ്റൂർ, വെള്ളോര, കക്കര എനിക്കറിയാം. അവിടെയാണോ വീട്? അവിടെ എവിടെയാ? അവിടെയാണ് വീടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം മാത്രം ഇങ്ങോട്ട് പറഞ്ഞാൽ കേട്ടല്ലോ. കാര്യമൊക്കെ ഉണ്ടാ, ജന്മന ബുദ്ധിജീവിയാ. അതെങ്ങനെയൊക്കെ. ഓ സിനിമാക്കാരൻ, എഴുതുന്ന ഹരി. അങ്ങനൊന്നും ഇല്ലെന്ന്. നമ്മുടെ സിനിമയ്ക്ക് കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി. എന്താടാ ഇവിടെ ചത്ത വീട് പോലെ? എന്താടാ അവനെ കണ്ടാ അറിയത്തില്ല. അവന്റെ കണ്ണു നോക്കി അടിച്ച് കിളി പോയിരിക്കുക. പിന്നെ ഒരു പെങ്കച്ചനെ കണ്ടൊരു മനസ്സൊക്കെ. അയ്യോ പെങ്ങളത് കാര്യം കണ്ടോ? എന്താടാ? അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെ സെറ്റായ പെങ്ങളെ? ഈ കണ്ണൂർ തിരുവനന്തപുരമൊക്കെ എങ്ങനെ സെറ്റായ? അതൊക്കെ ആന്നും പറയാൻ പറ്റില്ല. പറയണ സിനിമയ്ക്ക് സ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എഴുതാലോ. നല്ല കഥയൊക്കെ തന്നെയാ. പക്ഷെ തനിക്ക് അടിച്ചു മാറ്റാൻ പറ്റിയ പൈങ്കിളി കഥയൊന്നും അല്ല, ഒറിജിനൽ കഥയാ. എന്നാ പറ. FB-ല് മെസ്സേജ് സെറ്റായതാ. സത്യം? ഒരു ഉറപ്പിച്ചാട്ട്? ആ അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. നേരിട്ട് കണ്ടതിന് ശേഷം ചാറ്റ് തുടങ്ങി. അമ്മയ്ക്ക് ബസ്സിന്ന് വയ്യാണ്ടായപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഞങ്ങള് വരുന്നവരെ നോക്കിയതൊക്കെ അജിത്തായിരുന്നു. അപ്പൊ കണ്ട പടം അങ്ങോട്ട് സെറ്റായ? അങ്ങനെ പൈങ്കിളിയൊന്നല്ലപ്പാ. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടായിരുന്നു, പേര് ചോദിച്ചു, പിന്നെ FB പോയി സെർച്ച് ചെയ്തു, അങ്ങനെ കിട്ടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഒരു കവിത എഴുതിയിട്ടേക്കുന്നത് അന്നത്തെ സംഭവത്തിനെ പറ്റി. അപ്പൊ അങ്ങനെ കലാകാരിയാണോ? കവിതയൊക്കെ എഴുതൂ? എന്നാ ഒരു കവിത കൊണ്ട് പാടിക്കേ. ആ അതിനെന്താ പാടാം? ഈ ആയത്തിന്റെ പഴയ ലൈൻ്റെ കാര്യമൊക്കെ അറിയാം? ആ പറഞ്ഞിരുന്നു. സമാധാനമായല്ലോ അല്ലേ? വേറെന്തെങ്കിലും അറിയണോ സാറിന്? എന്നാ പാടും. ഞാൻ എഴുതിയ കവിത തന്നെ വേണമെന്നില്ലല്ലോ, എനിക്കിഷ്ടമുള്ള പോലെ പാടിയാ മതി. പുലയാടി മക്കൾ. കവിതയുടെ പേരാടോ, പുള്ളിയുടെ ഫേവറേറ്റാ. പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയന്റെ മകനോട് പുലയാണ് പോലും. പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ? പറയുമോ പറയുമോ പുലയാടി മക്കളെ.
പുതിയ സാമ്രാജ്യം, പുതിയ സൗധങ്ങൾ, പുതിയ മണ്ണിൽ തീർത്ത പുതിയ കൊട്ടാരം, പുതിയ നിയമങ്ങൾ, പുതിയ സുരതങ്ങൾ, പുതുമയെ പുൽകി തലോടുന്ന വാനം, പുലരിയാവോളം പുളകങ്ങൾ തീർക്കുന്ന പുലയക്കിടാത്തിതൻ അരയിലെ ദുഃഖം, പുലയാണ് പോലും, പുലയാണ് പോലും, പുലയന്റെ മകളോട് പുലയാണ് പോലും, പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പതിയുറങ്ങുമ്പോൾ പറയനെ തേടും. നിർത്തണേ. അത് നീ പാടണ്ടത് ശരിയാവില്ല. വേണ്ട. നിങ്ങൾ ഫെമിനിസ്റ്റ് ആണോ? തങ്ങേലിയാണെങ്കിലും ഞാനും. എന്റെ വീട്ടിലുണ്ട് ഇതുപോലൊരു വെല്ലുമിച്ച്. പറയുന്ന ഒരു വക മനസ്സിലാവില്ല. ചായ കുടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശു പറ്റെന്ന് പറയും. അതെ, നല്ല കിടിലം കവിതയായിരുന്നു കേട്ടോ. നല്ല അർത്ഥവത്തായ ഒന്നാം തരം കവിത. തീയായിരുന്നു തീ. പക്ഷെ ചൊല്ലിയത് അത്ര അങ്ങോട്ട് ശരിയായില്ല. എനിക്ക് പിന്നെ കഥ പറയാനാണല്ലോ ഇഷ്ടം. ഒരു കഥ പറയട്ടെ. എടാ ഇത് ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് നമുക്ക് താഴെ റൂമൊക്കെ സെറ്റ് ചെയ്ത്. എന്തിന്? എന്തുവാടേ ഇത്? അങ്ങനെയൊന്നുമില്ല ഏട്ടാ, കഥ പറഞ്ഞു. ആ ശരി. തന്റെ ഹൊറർ കഴിഞ്ഞോ? ഹൊറർ കഴിഞ്ഞോന്നോ? നല്ല അടിപൊളി കഥയായിരുന്നു. അമ്മമാർ ചോദിച്ചു നോക്കും. അല്ലടാ ഇതു നീ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോണ്ടല്ലോ ഒരുമാതിരി ഊള പരിപാടി പോയി. എടാ ഞാൻ വിചാരിച്ചു തന്റെ എല്ലാ കഥയെ പോലെ ഇത് ഊള കഥയാണെന്ന്. പിന്നെ ഈ കേസ് കിട്ടും വന്നില്ലേ? അല്ല തന്റെ കേസും വന്നില്ലേ എന്നാണ് ഞാൻ. അല്ല മകളെ, ഈ ഫാമിലി പ്ലാനിങ് ഒക്കെ മനസ്സിലായില്ല. അല്ല ഈ പിള്ളേരുടെ ഒക്കെ കാര്യം. എടാ ഇപ്പൊ കെട്ടി വന്നല്ലേ ഉള്ളൂ, അതിനുമ്പ് ഇതൊക്കെ പ്ലാൻ ചെയ്യണോ? എന്തായാലും പറ, എത്ര എണ്ണ വേണ്ടത്? 2. രണ്ടാ? ഡബിള്. ആ അപ്പൊ തുടങ്ങല്ലേ എന്ത് കഥ? ആ പറഞ്ഞു അജി. ഒരു ഡോക്ടറും ഒരു പ്രൊഫസറും ഉണ്ടായിരുന്നു, അമീറും ആലീസും. കുടുംബക്കാരുടെ എതിർപ്പുകളെയൊക്കെ വിളിച്ച് രണ്ടുപേരും പ്രണയിച്ച കല്യാണം കഴിച്ച്. നിങ്ങളെപ്പോലെ കുടുംബക്കാരെ വെറുപ്പിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, കല്യാണം കഴിച്ചിട്ടും കുറേ നാളുകൾ കഴിഞ്ഞിട്ടും രണ്ടുപേർക്കും കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ദുഃഖിതരുമായിരുന്നു. അവർ ഈ പള്ളീനെ അമ്പലത്തിനെ ഒന്നും ആശ്രയിക്കാതെ ശാസ്ത്രത്തെ വിശ്വസിച്ച് ചികിത്സിച്ച് മുന്നോട്ട് പോയി. ഒടുവിൽ അതിനുള്ള ഫലം കണ്ടു. ആലീസ് ഗർഭിണിയായി. സന്തോഷത്തിൻ്റെ നാളുകൾ. അമീർ ഡോക്ടർ ആയതുകൊണ്ടും അതിലുപരി നല്ലൊരു ഭർത്താവ് ആയതുകൊണ്ടും ആലീസിനെ ഭംഗിയായി പരിപാലിച്ചു. ഒടുവിൽ ആലീസ് പ്രസവിച്ചു 2 സുന്ദരന്മാരായ ആൺകുട്ടികൾ. കുട്ടികൾക്ക് അവർ പേരിട്ട് റയാനും റഹീം. കുട്ടികളെ അവർ തറയിലും തലയിലും വെക്കാതെ ഓമനിച്ച് വളർത്തി. രണ്ടുപേരും നല്ല കുറുമ്പന്മാരായിരുന്നു. അവർക്ക് 5 വയസ്സായി. ജീവിതം ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും നല്ല സിനിമാ പ്രേമികളായിരുന്നു. റയാൻ മോഹൻലാൽ ഫാൻ, റഹീം മമ്മൂട്ടി ഫാൻ. ഒരു ദിവസം ഒരു ഹോളിഡേ അന്ന് അമീറും ആലീസും കൂടെ വീടിൻ്റെ ടെറസിൽ തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചിരിക്കുന്നു. കൂട്ടത്തിൽ അവരുടെ പഴയകാല പ്രേമാതകളൊക്കെ പറഞ്ഞ് പരസ്പരം കളിയാക്കുന്നുണ്ട്. അപ്പം താഴെ റയാനും റഹീമും ടി വിയിൽ തച്ചോളി വർഗീസ് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമ കഴിഞ്ഞ് രണ്ടുപേരും നല്ല തർക്കത്തിലാണ്. തർക്കം മുറുകി കിച്ചണിലെത്തി. രണ്ടുപേരും ഓരോ കത്തിയെടുത്ത് വാൾപ്പേറ്റ് കൊടുത്തു. രണ്ടുപേരും എൻ്റെ ഹീറോ ആണ് വലുത്, എൻ്റെ ഹീറോ ആണ് വലുതെന്ന് വാദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം റയാൻ്റെ കണക്കൂട്ടിൽ തെറ്റി. കത്തി റഹീമിൻ്റെ നെഞ്ചിൽ ആഴം നിറഞ്ഞു. റഹീം നിലത്ത് കിടന്ന് പെടഞ്ഞു. ചോരയും റഹീമിൻ്റെ പെടച്ചിലും കണ്ട് റയാൻ പുറത്തേക്ക് ഇറങ്ങി ഓടി ഒളിച്ചു. ടെറസിലെ വർത്തമാനം കഴിഞ്ഞ് വരുന്ന അമീറും ആലീസും കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന റഹീമിനെയാണ്. അമീറും ആലീസും നിലവിളിച്ചുകൊണ്ട്
തന്റെ പൊന്നാമന പുത്രനായ റഹീമിനെ എടുത്തുകൊണ്ട് കാറിൽ കയറി ചേറിപ്പാഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷെ പേടിച്ച് വിറച്ച് കാറിന്റെ അടിയിൽ ഒളിച്ച റയാനെ ആരും കണ്ടില്ല. കുടുംബക്കാരുടെ ബ്രാക്ക് അല്ല ഇപ്പൊ എന്ത് പറയാനാ. മാങ്ങാ തൊലി. താനിതേതോ ഏതോ സ്പാനിഷ് അതോ ഏതോ പടത്തിൽ നിന്ന് അടിച്ചു നോക്കിയല്ലോ. ഞാൻ കണ്ടതുമാണ്. ശ്ശോ, എവിടെയാണ്? ആ ജീതിന് ബോധം ഉണ്ടായിരുന്നു അവൻ പറഞ്ഞാ ഫിറ്റായി പോയി. ഇതെന്ത് ഫിറ്റാണ് ഇത്? മൂടി പോച്ചൊക്കെ കിടന്ന് അല്ലെ ഇങ്ങനെ ഫിറ്റാവാൻ എന്തടിച്ചടാ? ഇതെന്താണ് മണം? ഏതു സത്യം പറയടാ. സ്റ്റഫ് അടേ നമുക്ക് പറഞ്ഞ അടിച്ചാ അവളിരിക്കല്ലേ? നിനക്ക് ബിയർ വേണം? ബിയാന്നുണ്ടോ? ഫോട്ടോ മതി. ആ ഞങ്ങളെന്നാ പോയി ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വേണം. കട്ടൻ ചായ ആണെങ്കിൽ സാധനങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടുതരാം. അത് ശരിയാവില്ല. ഞങ്ങള് വീട്ടിൽ കയറി വന്നിട്ട് പെങ്ങളെ കൊണ്ട് ചായ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മോശക്കര ഞങ്ങൾക്കാ അല്ലടാ. പിന്നല്ലാതെ. ആ അപ്പൊ അടിച്ചിട്ട് വേണം. ഹിമലെ പോയി. ഒരു മിനിറ്റ്. എന്താടാ എടാ ഞാൻ ഫോൺ എടുത്തില്ല, എടുത്തിട്ട് വരാം. ഫിറ്റാടാ നീ? മകളെ അങ്ങനെ ഫോൺ ഉണ്ടോ മകളെ? ഒന്ന് തന്നെ ഒരു കോളിംഗ് ആണ്. പറഞ്ഞാണ് ബാലൻസും ഇല്ല, ചാർജ് വെക്കത്തില്ല അല്ലടാ. ഞാനേ കോൾ ചെയ്തിട്ട് ഐറ്റൻ്റെ കൊടുക്കണം. പെങ്ങളെ നോക്കണം കേട്ടാ. ആ പോയാ ജിതിനെ ഒരു പ്രത്യേക ക്യാരക്ടർ അല്ലേ പുള്ളി? ജിതിനെ പോയി എന്താ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നെ? പോയി പോയി ശരിക്കും പോയടാ. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. എന്താ എന്ത് പറ്റി? വട്ട അവൻ ജിതിനെ കുത്തി. കുത്തേ? നോക്കി ജിതിനെ എന്താ പെണ്ണ്? ഞാൻ ചാടാ. എടാ ചാടല്ലേടാ. എടാ ചാടാ. എന്ത് പറ്റി ഇയാൾക്ക്? ഇങ്ങോട്ട് വാടാ ഇവിടെ. പെങ്ങളെ നോക്ക് പെങ്ങളെ അനങ്ങുന്നില്ല. കുത്തിയതാ. കുത്തുണ്ടോ? എന്തിന് എന്തിനാ കുത്തി? ഫോൺ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തെ? എന്റെ ഫോൺ ഇന്നലെ ഫോൺ ഉണ്ടോ? എങ്ങടില്ലടാ. 100 101 പെങ്ങളെ ഇത് ഞങ്ങളില്ല. അതിൽ കീപാഡ് വർക്ക് ഇത് ചെയ്യില്ല. ഞങ്ങളില്ല. അത് കോൾ ബട്ടൺ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അജിത് ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറ. എന്താണ്ടിരി മയില് ആരെ? അവനെ കുത്തി കാണും. പോലെ അവൻ നിന്നെ കുത്തും. എന്തിന്? ആരെ വിളിക്കുന്ന? അജിത്തിനെയോ? ഇവിടെ എന്താ നടക്കുന്നേ? നമുക്ക് താഴെ പോവാ. പെങ്ങളോ? നമുക്ക് അജിത്തിന്റെ അടുത്തേക്ക് പോവാ. എന്തിനാ നിന്നെ ചോദിക്കുന്നേ? എങ്ങോട്ടേക്കാ? രക്ഷപ്പെടാനുള്ള പ്ലാനായിരുന്നല്ലേ. കൊള്ളാം കൊള്ളാം. ആഹാ 2 ഫോണൊക്കെ ഉണ്ടല്ലോ കയ്യില്. പോലീസിനെ വിളിച്ചായിരുന്ന എന്നിട്ട് അവരെന്ത് പറഞ്ഞു? എത്ര കഥയല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നെ. ഞങ്ങളെ ചോദിച്ചു നോക്ക്. ഞങ്ങളെ വരുന്നതിന് മുമ്പ് ഞാൻമാർക്ക് എത്ര കഥ പറഞ്ഞു കൊടുത്തു. തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. എന്നാ ഞങ്ങളെ കുടിച്ചോ. അയ്യോ റമ്മൊന്നുമല്ല കേട്ടോ, കട്ടൻ ചായ. എന്റെ ഫാമിലീസ് ഒന്നും വേണ്ട ഇവിടെ. കുടിക്കടി. നീ ഫോൺ തന്നിട്ട് ചായ കുടിച്ചാൽ മതി. തടാ ഇപ്പൊ തോന്നുന്നുണ്ടോ എനിക്ക് കഴിവില്ലാതെ? അജിത്ത് എവിടെ? ഇതിന്റെ ഒരു കാര്യം, ഞങ്ങൾ പണ്ട് കോളേജിൽ പഠിച്ചോണ്ടിരിക്കുമ്പോഴേ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് പറയാതെ ഞാൻ എഴുതി ചെറിയതൊക്കെ എഴുതി ഒരു ബുക്കുണ്ട്, അതെടുത്ത് കോളേജിൽ കൊണ്ടുപോയി ടീച്ചർമാർക്ക് വായിക്കാൻ കൊടുത്തു. പെങ്ങളെ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കുന്ന ഒരു മറ്റടുത്ത പരിപാടിയാ. കഥാകടി ഇല്ല പിന്നെ പെണ്ണാണ് പെങ്ങളാന്ന് ഞാൻ നോക്കുക. എവിടെ
കഥ പറയുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയോ? എവിടെ പോളെ ഞാൻ പറഞ്ഞു വെച്ചേ? അവിടെ അമ്മൂമ്മയുടെ ഒരു ചോദ്യം ചോദിക്കോടി. ഹരിബ്രോ ജിതിൻ ടീച്ചർക്ക് വായിക്കാൻ കൊടുത്ത്. അത് തന്നെ. അങ്ങനെ ഞാനറിയാതെ ഈ ജിതിൻ എന്റെ ബുക്ക് എടുത്ത് കോളേജിൽ കൊണ്ടുപോയി ടീച്ചർമാർക്ക് വായിക്കാൻ കൊടുത്തു. ടീച്ചർമാർക്ക് മുടിഞ്ഞ അഭിപ്രായം. അവർ പറഞ്ഞു പബ്ലിഷ് ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്കാരും പരിചയമില്ല, നമുക്ക് ഈ കാര്യത്തിലൊക്കെ എവിടെ പരിചയം. അങ്ങനെ മലയാളം ടീച്ചർ അവരുടെ പരിചയത്തിലുള്ള ഒരു കവിയുടെ അടുത്തേക്ക് എന്നെയും ജിതിനെയും കൂടെ പറഞ്ഞു വിട്ടു. ഒരു ബുദ്ധിജീവി പുള്ളി എന്റെ കഥയൊക്കെ വായിച്ച് അന്ന് ഇവനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങളുടെ എൻ്റെ കൂടെ പോയത്. അങ്ങനെ പുള്ളി എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ഉച്ചത്തോടെ എണീറ്റ് പുള്ളിയുടെ അവിടുത്തെ ഒരു ഷെൽഫിന്റെ അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് ഒരു ബുക്ക് എടുത്ത് എൻ്റെ കയ്യിൽ തന്ന്, നമ്മുടെ ആരുടെ ബുക്കാ, നമ്മുടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ബുക്ക്. അതിന്റെ പറയാതെ ഇങ്ങനെ എഴുതണ്ടായിരുന്നു. അപ്പൊ ഇവനെ എടുത്ത വായിക്ക് ചോദിക്കുക, അല്ല ഏട്ടാ ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ളനെ പോലെ അയക്ക് മാത്രമല്ല എഴുതാൻ പറ്റൂ, ഞാൻ എഴുതുമ്പോ എന്റെ രീതിയാവില്ലേ? അതോടെ ആ കാര്യത്തിലുള്ള തീരുമാനമായി. അന്ന് ഈ പന്നിന്റെ ഡയലോഗ് പറഞ്ഞ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഇവൻ പറഞ്ഞത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഏത്? ഞാൻ പുറത്തിൽ കുഞ്ഞുപിള്ള അല്ലല്ലോ. പക്ഷെ പുള്ളി കേട്ടോ, പുള്ളിയുടെ ഒരു കഥയുണ്ട്. ചെറുതായിരുന്നപ്പോ എൻ്റെ അമ്മ മരിച്ചു. അന്ന് ഞാൻ കരഞ്ഞില്ല, കാരണം എനിക്ക് അന്ന് മരണം എന്താണെന്ന് അറിയില്ല. മുതിർന്നപ്പോ എൻ്റെ അച്ഛൻ മരിച്ചു. അന്ന് ഞാൻ കരഞ്ഞില്ല, കാരണം അന്ന് എനിക്ക് മരണം എന്താണെന്ന് അറിയായിരുന്നു. പൊളിയല്ലേ? സൂപ്പർ അല്ലടാ? അയ്യോ കരയല്ലേ? പേടിച്ചോ? അയ്യോ സോറി കേട്ടോ മകളെ, ഞാൻ അന്നേരത്തെ ഒരു ടെൻഷനിൽ പറഞ്ഞല്ലേ. പിണങ്ങല്ലേ? ഈ കഥാകാരന്മാരുടെ ബുദ്ധിമുട്ടൊക്കെ ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും. ഈ കഥാകാരൻ സിനിമയുടെ അമ്മയാണ് നട്ടലാണെന്നൊക്കെ പറയുന്നത് വെറുതെ. ഈ പറഞ്ഞവർ ആർക്കെങ്കിലും കഥാകാരന്മാരുടെ വീട്ടിലെ അവസ്ഥ എന്താ പറയുക? ഏതാ ഇത്? എടാ ഏത് സിനിമയിലെ ഡയലോഗാന്ന്? ഉത്തരം ശരിയാണ്. ചാടിച്ചു. അതെ, അന്ന് ഞാൻ എഴുതിയ ആ ബുക്കിൽ കുറെ കഥകളുണ്ട്, കുറെ കിടുക്കൻ കഥകൾ. അതിലൊരെണ്ണം ഞാനിപ്പോ അങ്ങോട്ട് പറയാം. ഏതാ പറയാ? അടിപൊളി ഒരു കഥയുണ്ട്. ഞാനും താഴെ പോയിക്കോട്ടെ, എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. പോടാ, ഈ കഥ എന്നിട്ട് പോ കേട്ടാ. ഞാൻ മുള്ളിട്ട് കേക്കാം. ഹരിബ്രോ, എടാ നീ നേരത്തെ മുള്ളാൻ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്ന ഐഡിയ കാരണമാണ് നമ്മളിപ്പോ മേളി വന്നിരിക്കുന്നത്. ഞാൻ അവനെ നോക്കി. നീ എവിടെ ചെയ്തതിനെ കൊന്ന? ഹരിബ്രോ, എന്തായാലും മൂത്രമാണ് നീ ഒഴിക്കുന്നത്. ഞങ്ങളെ അവന് ഷുഗറാ. എനിക്ക് ഒഴിക്കണം. നിനക്ക് ഒഴിക്കണം? ഞങ്ങൾക്ക് ഒഴിക്കണം. ഒഴിക്കണോ? ഡാ അത്ര അർജന്റാണോ? പറ്റാത്തോണ്ട. നീ ഒരു കാര്യം ചെയ്യും. മൂത്രത്തിൽ നിന്ന് ബീറുണ്ടാക്കാൻ അവര് തുടങ്ങി. നമ്മള് മൂത്രത്തിലായി എഴുതി തുടങ്ങിയതേ ഉള്ളൂ. ഈ ജിതിനുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലെ 1-ാം നമ്പർ കുപ്പിയമുള്ളിയായിരുന്നു. ഇതേ ഒഴിച്ചോടാ. ആങ്ങടാ, ഇതിലൊഴിച്ചില്ലേ നിന്റെ സാമാനത്തോടെ ചോര വരും. ഒഴിക്കാൻ നാടല്ലേ? നിക്കടാ, വായില്ലേ? നടക്ക് കേട്ടോ. തിരിഞ്ഞേക്കടാ. ഒഴിച്ചോ. കറക്റ്റായിട്ട് വെക്ക്. കുപ്പി ഇറങ്ങാൻ വേറെ കുപ്പി തരാം. അയ്യോ, പെങ്ങ ഒഴിക്കണല്ലേ? പെങ്ങളെ ഒന്നും പിടിച്ചു വെക്കണേ. അടുത്ത പെങ്ക് ഒഴിക്കാം കേട്ടാ. ഒഴിക്കടാ. വേറെ പിടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് നല്ല മൂത്രം പോകും. പക്ഷെ പിറ്റേന്ന് രാവിലെ വെള്ളം കുടിച്ചില്ല ഉണ്ടല്ലോ, ഭയങ്കര തലവേദനയായിരിക്കും. കൊറേ നേരം മൂത്രം പിടിച്ചു നിന്നിട്ടേ മൂത്രം ഒഴിക്കുമ്പോ ഒരു പ്രത്യേക കുളിരായിരിക്കും അല്ലേ? ഏതാ
ഇത് കുറച്ചേ ഉള്ളല്ലേ, വലിയ മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇവിടെ വെള്ളം കുറെ കുടിക്കണം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. വാ വാ വാ, ഇരിക്കും, സമയമില്ല, അടുത്ത കഥ പറയണ്ട. ഒരു കഥ കൂടെ പറയണ്ട, ഇരിക്കവിടെ. അയ്യോ ഞങ്ങൾ ഒഴിച്ചില്ല, വാ ഒഴി, വാ. വേണ്ടേ? ആ ഇത് നിനക്ക് ഒഴിക്കണ്ടാ, നിനക്ക് ഒഴിക്കണ്ടേ? എന്നാ ഇതിൽ ഒഴുക്കി, ഇത് ഒഴിച്ച് നടക്കി. മുട്ടുന്നില്ലേ? ഉറപ്പാണോ? എന്നാ ഒഴിച്ചോ? ബ്രോ എന്റെ ഫോൺ 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 വേണം, പറഞ്ഞു കൊടുക്ക. ഇത് ഇപ്പൊ ചോദ്യം ചോദിച്ചാൽ ഞാൻ കുത്തൂന്ന് പറഞ്ഞു കൊടുക്കാം. എന്നെ വിഷമിപ്പിക്കാൻ പാടില്ലാന്ന് പറഞ്ഞു കൊടുക്കാം. ഏതോ നീ തമാശ കളിക്കരുത് കേട്ടോ, എനിക്ക് പബ്ജികളെ കുറച്ച് കൂടുന്നുണ്ട്. എടാ കണ്ണിന് കേടാടാ, കണ്ണ് കാണില്ല കേട്ടോ. അവസാനം ഹിമലിനെ പോലെ കണ്ണാടി വെക്കേണ്ടത് തെറ്റാൻ നല്ലതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. ആ പെങ്ങളെ പ്രേമിക്കരുത്, അവനെ പ്രേമിക്കരുത്. ആദ്യത്തിന് അത് മനസ്സിലായിട്ടില്ല, പക്ഷെ ഇപ്പൊ അവന് മനസ്സിലായി കാണും. എല്ലാം തട്ടിപ്പാ പെങ്ങളെ, എന്റെ അഭിപ്രായം കേട്ടോ. നമുക്ക് കഥ പറഞ്ഞാലോ? എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ലവ് ഉണ്ടായിരുന്നു. ഞാൻ കെട്ടുമെന്ന് തന്നെ വിചാരിച്ചു, പക്ഷെ കെട്ടിയത് വേർത്തണം. കോമഡി എന്താണെന്ന് പറയും, കോളേജ് കഴിഞ്ഞിട്ടും ഞങ്ങൾ രണ്ടുപേരും നല്ല കമ്പനിയായിരുന്നു, എല്ലാം സെറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മെസ്സഞ്ചറിൽ അവൾ എനിക്ക് റിപ്ലൈ തരുന്നില്ല. നോക്കുമ്പോൾ രാത്രി 2 മണി വരെയൊക്കെയാണ് ഓൺലൈനിൽ. സംഭവം ഞാൻ കുറച്ച് മെച്ചോടൊക്കെ ആയിരുന്നെങ്കിലും രാത്രിയാക്കി കഴിഞ്ഞാൽ നല്ല അലകലായിരുന്നു. ഒരു ദിവസം കഷ്ടാലത്തിൽ ഞാൻ അവിടെ ചോദിച്ചു പോയി, ആരോടായി രാത്രി ചാറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം തുടങ്ങില്ലേ, ഹരിയേട്ടൻ എന്നെ വിശ്വാസമില്ല, ഹരിയേട്ടൻ എന്നെ സംശയമാണ്, കണ്ണീരോട് കണ്ണീര്. എന്നിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. രാത്രി 1 മണി എന്നുള്ളത് 2 മണിയായി, അതാ മാറ്റം. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ആ വിഷമത്തിൽ അക്കൗണ്ടൊക്കെ ആക്കിയത്. അപ്പം എന്താ സംഭവം എന്നറിയാം, ആശി എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ അടുത്ത് മുട്ടൻ ചാറ്റ്, ഒരുമാതിരി ഒലിപ്പീരില്ലാവും. നമ്മളാരായി? നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇവിടെ കെട്ടാൻ വേണ്ടി സിനിമാമോഹം ഉപേക്ഷിച്ച് ഗൾഫിൽ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടവനായി ഞാൻ. അപ്പം ഞാനാരായി? അല്ല എന്നോടാരായി? ആ പരിഹരം പെരുമാളും കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചേ. എടാ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഇവിടെ? ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? പെങ്ങള് പറ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോന്ന്. പെങ്ങളെ ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. അല്ല ഇവിടെ ശരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? പെങ്ക് എന്താ തോന്നുന്നത്? ഞാൻ കുറച്ച് താഴ്ന്നാണേ, അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. എടാ ഇതിനെ നിനക്കറിയില്ലേ മറ്റേ അച്ചുവിന്റെ കഥ? എന്നെ നോക്കി ആഷിനെ ചാറ്റി ആ രാഷിനെ കെട്ട കഥ. അവളെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവളും ഞാനും നമ്മൾ ചേരൂലെന്ന്, ജാതി ചേരൂലെന്ന്, കളറ് ചേരൂലെന്ന്, ചേരൂലെന്ന്. അന്ന് അവള് ഇട്ടിട്ട് പോയപ്പോ ഞാൻ അവിടുത്തെ പറഞ്ഞൊരു മാസ് ഡയലോഗ് ഉണ്ട്, എന്റെ കറുത്ത ചന്തി വൃത്തിയാക്കാൻ വെളുത്ത ടോയ്ലറ്റ് പേപ്പർ. അല്ല വേണ്ട, പറഞ്ഞവരും അത്ര നല്ലവരൊന്നും അല്ല. എടാ മറ്റേ സംഭവം പറയട്ടെടാ, മറ്റേ അമ്പലക്കുളം പറയണ പറയണടാ. എടാ എന്താന്ന് ചോദിക്കടാ. എന്താ പറയില്ല, നിങ്ങള് പിള്ളേരല്ലേ, ഗോസിപ്പന്മാര്. നിങ്ങളൊക്കെ വിവാദങ്ങളെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന തെണ്ടികളാ. എന്റെ പ്രശ്നം അതല്ല, പെങ്ങള് കേക്കണേ. ഇവരൊക്കെ കൂടിയേ ഞാൻ ആ മാഷിന്റെ കഥ പറഞ്ഞപ്പോ, നിങ്ങളല്ല ഇവനും അജിത്തും പറഞ്ഞപ്പോ അവര് പറഞ്ഞെന്താണെന്നറിയോ, ആ സ്ത്രീയെ ഞാൻ മോശമായി ചിത്രീകരിച്ചെന്ന്, ജനങ്ങൾക്ക് മോശം കാഴ്ചപ്പാട് കൊടുത്തെന്ന്. ഞാൻ ചോദിക്കട്ടെ, എത്രയോ നല്ല കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ സിനിമയില്, എന്നിട്ടോ അവന്മാര് മൈനോട്ടായിട്ടുള്ള ഓരോ ഡീറ്റെയിലിംഗ് മാത്രം എടുത്ത് അത് മാത്രമേ ചർച്ചയാവും. എന്റെ പൊന്നു പെങ്ങളെ, ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു കഥ വായിച്ചിട്ടോ ഇവിടെ ആൾക്കാർ മോശക്കാരാകാൻ വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടല്ലോ, ഈ നാട്ടിലെ 90% ആൾക്കാർ മോശക്കാരാണ്.
ഞാനൊരു എഴുത്തുകാരനാ. ഞാനൊരു കഥ എഴുതാതിരിക്കുമ്പോണ്ടല്ലോ എന്തൊക്കെ റെസ്ട്രിക്ഷൻ ആണെന്നറിയോ? അങ്ങനെ എഴുതിക്കൂടാ, ഇങ്ങനെ എഴുതിക്കൂടാ, അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു സിനിമ കണ്ടിട്ട് ആ സിനിമ മോശമാണെങ്കിലേ നിങ്ങൾ അതിലെ നടനെ പറ്റി മാത്രമേ സംസാരിക്കൂ. കാരണം എന്താ? നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാറിനെ പറ്റി സംസാരിച്ചാൽ മാത്രമേ ശ്രദ്ധ കിട്ടൂ. എഴുത്തുകാരനെ പറ്റി നിങ്ങളൊരു അക്ഷരം മിണ്ടൂല. കാരണം എന്താ? എഴുത്തുകാരനെ ആർക്കും അറിയില്ലല്ലോ. എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. നിങ്ങളൊരു മോശ സിനിമ കണ്ടിട്ട് അത് മോശ സിനിമയാന്ന് പറയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ആ എഴുത്തുകാരനെ പറ്റി ഒന്ന് സംസാരിക്കേ. ഞങ്ങളൊന്നും പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണ? അതിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പണ്ട് എഴുതിയ ഒരു കഥയുണ്ട്. അല്ല വേണ്ട, കുറച്ചുകൂടെ സിമ്പിളാക്കി പറയാം. സപ്പോസ് എൻ്റെ ഒരു കഥയുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും, ലീലയും ലൂയിസും. ഒരിക്കൽ ഈ ലൂയിസ് കള്ള് ഷാപ്പിൽ ചെന്ന് കള്ള് കുടിച്ച് അടിച്ച് ഓഫായി ഷാപ്പിലിരിക്കുന്ന സമയത്ത് ഒരുത്തം വന്നിട്ട് ലൂച്ചാൻ്റെ അടുത്ത് കെട്ടിയോള് ലീനയെ പറ്റി എന്തൊക്കെയോ കുറ്റവും കുറവും പറഞ്ഞു. എന്തോ ലീനയുടെ അവിധം കണ്ടെന്നോ കേട്ടെന്നോ. ലൂഷ്യയുടെ ദേഷ്യം വന്നില്ല. ലൂച്ചാന്റെ ആണത്തത്തെ അല്ല ചോദ്യം ചെയ്ത്. പുള്ളി എന്ത് ചെയ്ത്? പുള്ളി ഒരു അന്തി അടിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് ലീലേനെ എടുത്തിട്ടടി. അടിയെന്ന് പറഞ്ഞാൽ ചറ പറ, മൂക്കിന്ന് വായിന്ന് ചോര വരുന്നടി, തായും മൂയും കായും. എന്റെ പിന്നെ അമ്മച്ചി അടി കൊണ്ട് ലീല ഉള്ള ജീവനും കൊണ്ട് കൊച്ചിനെ എടുത്തോണ്ട് നാട്ടിലുള്ള ആങ്ങളെ അടുത്തേക്ക് പോയി. ആങ്ങളെ എടുത്ത് കാര്യം പറഞ്ഞു. അപ്പൊ ആങ്ങളെ എന്താക്കി? ആങ്ങളെ പിറ്റേ ദിവസം 2 ബന്ധുക്കളെയും കൂട്ടി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ലൂച്ചാന്റെ അടുത്ത് പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ നോക്കി. നടന്നില്ല. പ്രശ്നം വഷളായി. ആങ്ങളെ ലൂയും തമ്മിൽ ഒടുക്കത്തെ എന്തു തന്നു. ലൂയി ഒരു കുപ്പി ഓടിച്ചിട്ട് ആങ്ങളെ പൊള്ളക്കി ദേ അടക്കുന്ന ആങ്ങളെ. ആങ്ങളുടെ ഭാര്യ വിധവേ, മോൻ അച്ഛനെ നഷ്ടപ്പെട്ടു. ലൂയി ജയിലിൽ പോയി. ലീല ഒറ്റപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ഈ ആങ്ങളയുടെ മോൻ ലൂയിയുടെ അടുത്ത് പ്രതികാരം ചെയ്യാൻ വന്നു. നടക്കുവോന്ന് നടക്കുവോന്ന്. ആ, ഇങ്ങനൊരു കഥ നമുക്കിപ്പോ ഇവിടെ എഴുതാൻ പറ്റുമോ? കാരണം എന്താ? നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ ലീലയെ പറ്റി കള്ളി ഷോപ്പിൽ മോശം പറയണം. രണ്ടാമത് ലൂയി ലീനയെ തല്ലണം. പിന്നെ ലൂയി ആങ്ങളെ കുത്തുമ്പോൾ ചോര ചീറ്റണം. പിന്നെ ലൂയി ചാവണം. എന്തായാലും മനസ്സിലായേ? എന്റെ പൊന്ന് ഇത് കൂട്ടാ, എനിക്ക് വിഷമമുണ്ട്. എടാ, ഇങ്ങനെ ഒരു കഥ എനിക്ക് എഴുതാൻ പറ്റൂല. എനിക്ക് വിഷമമുണ്ട് പെങ്ങളെ. എന്നാ കഴിച്ചോന്നേ. അന്നേ ഞാനും ഇവനോട് കൂടി ആ കവിയുടെ അടുത്ത് പോയപ്പോഴേ കവി അങ്ങനെയല്ല ഇങ്ങനെ എഴുതണമെന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ നിന്നവനാ ഇവൻ. ഇന്ന് ഇവൻ എന്റെ കഥ കേട്ടിട്ട് എന്നോട് പറയുക ശ്യാം പുഷ്കറിനെ പോലെ എഴുതണമെന്ന്. എടാ, അയാളെ പോലെ അയക്കലടാ എഴുതാൻ പറ്റൂ. ഞാൻ എഴുതുമ്പോ അത് എന്റെ രീതിയിലാവൂലേ? എടാ, അയാളെ പോലെ ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് കോപ്പിയുടെ ആവൂലേ? സത്യം പറഞ്ഞ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഉറക്കഥ ഉണ്ടല്ലോ, സത്യമായിട്ട് അത് നാരായണന്റെ കഥയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പറഞ്ഞ എല്ലാ കഥയും സത്യമായിട്ട് എന്റെ തന്നെയാ. പിന്നെ ഈ ഒറ്റപ്പെടുത്തലുണ്ടല്ലോ, അതെനിക്ക് പണ്ടേ കൂടപ്പുറപ്പാ. എനിക്കൊരു കാര്യം അറിയാം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ ഹരീന്നാന്ന് പറഞ്ഞപ്പോ ഹരീന്നാണോ ഹരിചരന്നാണോ എന്ന് ചോദിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഞങ്ങളെ. എനിക്ക് തമാശയല്ല, സത്യം. സ്കൂളിൽ പഠിക്കുമ്പോഴേ കഥാരചനയ്ക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ ടീച്ചർ സംശയത്തോടെ വന്ന് എന്റെ അടുത്ത് ചോദിക്കോ, നീ കഥ എഴുതുമെന്ന്. അപ്പൊ ഞാൻ ചിരിച്ച്, എന്താ എനിക്ക് എഴുതിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചാല്. അതുപോലെ തന്നെ ഒരു മാഷ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് മനോജ് എന്നായിരുന്നു. മാഷ് എന്റെ അടുത്ത് പറയണേ, എടാ നിനക്ക് ഭയങ്കര കറുപ്പാ, നീ ഒരു കാര്യം ചെയ്യ്, ദേഹം മുഴുവൻ എണ്ണ തേച്ച് കഴിഞ്ഞാൽ കറുപ്പ് അങ്ങ് മാറുമെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മാഷിന് എന്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ ഉണ്ടല്ലോ എന്ന് ഓർത്ത്. പക്ഷെ അയാളെ ആക്കിയത് അതിന്റെ കോമഡി എന്താ പറയും, അങ്ങേര് കറുത്തതാ. ഇവന്മാർക്കൊക്കെ എന്താ ശരിക്കുള്ള പ്രശ്നം എന്നറിയോ? അവരുടെ ചൊറിച്ചിലിന്റെ കാരണം എന്താ അറിയോ? അറിയോ മക്കളെ? നിനക്കറിയാമോ?
പറയടാ. ജാതി. ആ ജാതി. പക്ഷെ അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അവർക്കൊരു വിലയിരുത്തലുണ്ട്, ഒരു മുൻവിധിയുണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടിയൊരു വിലയുണ്ട്. ഇതിൽ കോമഡി എന്താന്ന് പെൺകറിയോ? പെൺകറിയായിരിക്കും. ആ കോമഡി എന്താന്ന് വെച്ചാല് നമ്മുടെ ജാതി പറഞ്ഞ അത് തെറ്റാണ്, തെറിയാണ്. ആ താഴെ കിടക്കുന്നവന്റെ ജാതി പറഞ്ഞാലോ അത് പട്ടമാണ്. പെങ്ങൾക്ക് എന്തെങ്കിലും കല്യാണം കഴിച്ചാൽ അവന്റെ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? പറ്റണം പെങ്ങളെ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്ക്. എന്റെ കൂടെയുള്ള എന്റെ കൂട്ടുകാർക്ക് പോലും എന്റെ ജാതി തെറിയ അല്ലടാ ഇത്. എനിക്കത് മൈരാണ്. അയ്യോ മകളെ, അയ്യോ തല പറഞ്ഞ സോറി കേട്ടോ. ഒരു ഫ്ലോയ്ക്ക് അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞതാ. എടാ ഇത് നേരത്തെ തന്നെ സിഗരറ്റിങ് തന്നെ നോക്കടാ, അവിടെ നോക്ക്. ആ ഇതാ. ആ പെങ്ങള് ചോട്ട് വിളിക്കൂ. വലിക്കുമെന്ന്. എടാ ലാമ്പ് നോക്കടാ, ഇത് കത്തിക്കണ്ടേ. ആ എടുക്കുന്നു. കത്തിച്ചത് ആടായത് പെട്ടെന്ന് കട്ടിക്ക്. ആ ആ കറണ്ട് പോയല്ലേ. പെങ്ങളെ ടെൻഷൻ ഉണ്ടോ നമുക്ക്? ഉണ്ടെന്നറിയാം. ടെൻഷൻ മാറാൻ ഒരു വഴിയുണ്ട്. ഒന്ന് നമ്മുടെ സ്ഥിരശീലം. ഇതുപോലെ അങ്ങോട്ട് ഇരുത്തി ഒരു പഫ് എടുക്കുക, അല്ലെങ്കിൽ മറ്റന്നാറുടെ ശീലം സംഭവം ചെയ്യാം. ഏതു ഒന്ന് ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കടാ, ടെൻഷൻ മാറും. അയ്യോ പെങ്ങളെ സോറി കേട്ടോ, ഈ ആമ്പിളെല്ലോട് പറഞ്ഞ എനിക്ക് വേണം. വലിച്ചോ. ആ ഇരുത്തി വലിക്ക്. ആ പുകർട്ടെ. അതല്ലേ. എടാ പറ്റിക്കിട്ട, നീ നേരത്തെ ഒരു സാധനം പറഞ്ഞല്ലേ, നല്ല രസം ഉണ്ടാവുന്നതൊക്കെ ഒന്നുകൂടെ പറഞ്ഞേ. എടാ മറ്റേ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പൊക്കെ ആളാ കാണിക്കുന്ന വാണിംഗ് ഇല്ലേ, എന്താണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ആ മറ്റേ പുകവലി ആരോഗ്യത്തിനാണ് അത് പറഞ്ഞേ. അതല്ല അതിന്റെ തമിഴ്. എടാ പറയടാ, നീ പറയാൻ കേട്ട് കേക്കട്ടെ. കൊതുകൊണ്ടല്ലേ, നീ പറഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത കഥ പറയാൻ. എനിക്ക് അപ്പോഴേ തോന്നി ആഴ്പോന്ന്. കിടത്ത് അത് വേറെ രസം കേട്ടോ. ഇപ്പോൾ സ്നേഹത്തിൻ മുന്തിരി നീരും ദേഹത്തിൻ ചൂട് നൽകാൻ ശരുതിപ്പോൾ മൂക്കുത്തി. പേടിക്കണ്ട, പെങ്ങളിപ്പോ സുരക്ഷിതമായൊരു സ്ഥലത്താ. എന്ത് സുന്ദരനാടാ പെങ്ങള്. ഭയങ്കര ഭാഗ്യം കേട്ടോ. ഒരാളത്തിൽ നിന്ന് കണി കണ്ടതോ ശാപത്തിന്. ശരിക്കും എത്താവൻ എനിക്കിപ്പോഴും സംശയമുണ്ട് കേട്ടോ. പെങ്ങള് വിഷമിക്കണ്ട. ഉറക്കത്തിന്റെയാണോ ഒരു ക്ഷീണം? അയ്യോ പേടിക്കണ്ട. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിക്കും. എമാടുത്ത് എനിക്ക് കുറച്ച് കഥകൾ പറയാനുണ്ട്. അല്ലടാ പറഞ്ഞേ. മകളെ കിടന്നു വന്നോ? പേടിക്കണ്ട കേട്ടോ, ഞാൻ കഥ പറഞ്ഞുതരാം. ഉറങ്ങുന്നില്ലേ? കഥ പറയുന്ന കേട്ടാ. എന്റെ അമ്മാമ്മയൊക്കെ ഞാൻ ചെറുതായിരിക്കുമ്പോ എനിക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു.
ഇപ്പോഴും പറയും, പക്ഷെ ഒരു വക മനസ്സിലാവില്ല. വായി പല്ലൊന്നുമില്ലെന്നേ. അപ്പൊ തുടങ്ങാം. ശ്രദ്ധിച്ച് കേട്ടോണേ. വിഷ്വലില്ല, ഉള്ളി നരേഷൻ. കഥ കഴിഞ്ഞ് ഞാൻ ചോദ്യം ചോദിക്കും. അപ്പൊ ഉത്തരം പറഞ്ഞില്ലാണല്ലോ, ഇതുപോലെ കുത്തിക്കൊന്ന് ഇവിടെ കിടത്തും. പണ്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇംഗ്ലീഷ് മാത്സ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ചോദ്യം ചോദിക്കും, എനി മോർ ക്വസ്റ്റ്യൻസ്. അതൊരു ചോദ്യമാണ്, പക്ഷെ അതിന് നമ്മൾ പറയേണ്ട ഒരു ഉത്തരം വേറൊരു ചോദ്യമാണ്. പക്ഷെ ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ മേടിച്ച് ചോദിക്കില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് നമുക്ക് അലർജി. എനിക്കിപ്പോ അതാ ഓർമ്മ വരുന്നത്. അതെന്തേലും ആട്ടെ, കം ടു ദ പോയിന്റ്. എന്നെ വിമർശിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ കഥയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നിങ്ങളോട്, എന്റെ ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ കൂട്ടുകാരോട്, നിങ്ങൾക്ക് വേണ്ടത് മണ്ണിന്റെ മണമുള്ള, ചോരയുടെ മണമുള്ള, ജീവനുള്ള കഥയല്ലേ? ഞാൻ പറയാം. കഥ പറഞ്ഞിട്ട് നിങ്ങൾ പറ, എനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന്. ഏത് സാർ, ഈ കഥയൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് പറ എനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന്. തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? മകളെ റെഡിയല്ലേ? കഥ മകളെ, ഒരു 5 ചെറുപ്പക്കാർ താമസിക്കുന്ന ഒരു വീട്. ഏകദേശം നമ്മുടെ ഇതേ സെറ്റപ്പ്, ഇതുപോലെ ഒരു 5 പേരൊക്കെ ഉള്ളൊരു വീട്. 5 പേരിലും ആർക്കും അങ്ങനെ ഒരു പറയത്തക്കതായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പ്രശ്നമുണ്ട്, അത് വേറൊരു പ്രശ്നമാണ്. ഫുൾ എൻജോയ്മെന്റ്, അടി ഇടി വെടി എല്ലാം ഉണ്ട്. എല്ലാവരുടെയും പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ 5-അവനാണ്. അവനോട് ഇവർക്കൊരു വേർതിരിവുണ്ട്, ഒരു ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഉണ്ട്. ഇപ്പൊ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ റൂമിലൊരു ചിക്കൻ വാങ്ങിന്ന് വെച്ചോ, ഈ 5-അവന് 2 പീസ് കൂടുതലെടുത്താണ്ടല്ലോ, അത് പ്രശ്നമാണ്. അവൻ ആർത്തി, ആക്രാന്തം, വൃത്തി എന്നൊക്കെ പറയും. ഇനി അത് ഈ ബാക്കിയുള്ളവരാണ് ചെയ്യുന്നെങ്കിലോ അതിനൊരു പ്രശ്നമില്ല. ഏത് ഈ ചെവിയില് പൂടെയുള്ള അപ്പന് അടുപ്പിലും തൂറാന്നുള്ളൊരു ചൊല്ലില്ലേ, അത്. അങ്ങനെ ഈ 5-അവൻ ശരിക്കും ഒറ്റപ്പെട്ടു. ഒരു പരിപാടി വെച്ചാല്, ഒരു കളി നടത്തിയാല് എല്ലാത്തിനും പക്ഷാഭേദം, എല്ലായിടത്തും അവസാനക്കാരനാണ് ഈ 5-അവൻ. സംഭവം എല്ലാരും ഒരേപോലെയൊക്കെ തന്നെ. ഏത് 2 കാല്, 2 കൈ, 2 കണ്ണ്, 2 ചെവി, 2 ത്വക്ക്. അതേപോലെ തന്നെ ഞങ്ങളെ ഞാനേ ഭയങ്കരമായിട്ട് കാട് കയറി സംസാരിക്കുന്നുണ്ട്. സോറി അല്ലേ. അങ്ങനെ വകതിരിവില്ലാത്ത, വേർതിരിവ് നടക്കുന്ന 5 കൂട്ടുകാർ താമസിക്കുന്ന ഒരു വീട്. മറ്റു 4 പേരുടെ വിചാരം ഇവരുടെ ഈ ഒളിഞ്ഞുള്ള സംസാരവും കുത്തിപ്പറച്ചിലും ഈ 5-അവന് മനസ്സിലാവുന്നില്ല എന്ന. അങ്ങനെ ഒരു രാത്രി എല്ലാരും കൂട്ടുകൂട്ടിരിക്കുക. 4 പേര് മാത്രമേ ഉള്ളൂ. ഒരുത്തൻ അവർക്ക് കഴിക്കാനുള്ള ഇറച്ചി വാങ്ങാൻ പോയിരിക്കുക. അവൻ വരുന്നതിന് മുമ്പേ ഈ ഇറച്ചി എങ്ങനെ ആക്കാം എന്നുള്ളൊരു ധാരണയിലെത്താന്ന് വിചാരിച്ചു ഈ 4 പേര്. ഒരുത്തൻ പറഞ്ഞു നമുക്കത് വറക്കാന്ന്, ഒരുത്തൻ പറഞ്ഞു നമുക്കത് കറിയാക്കാം, ഒരുത്തൻ പറഞ്ഞു റോസ്റ്റാക്കാം. ഈ 5-അവനും പറഞ്ഞു ഒരഭിപ്രായം, പച്ചയ്ക്ക് തിന്നാന്ന്. അപ്പൊ അവരെല്ലാവരോടും കൂടി അവനെ തെറി പറഞ്ഞു, ഒറ്റപ്പെടുത്തി. അങ്ങനെ അവസാനം അവരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, വറുത്തരച്ച കറി വെക്കാം. അതാവുമ്പോൾ വറുത്തതും ആവും, കറിയാവും.
അപ്പൊ അടുത്ത പ്രശ്നം ആദ്യം കഴിക്കണം എല്ലാവരും വാശി പിടിക്കാൻ തുടങ്ങി. ഞാൻ ഫസ്റ്റ്. അപ്പൊ അഞ്ചാമനും പറഞ്ഞു ഞാൻ ഫസ്റ്റ്. അവനതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഇതുവരെ അവന് ഫസ്റ്റ് കിട്ടിയിട്ടേ ഇല്ല. അപ്പൊ അവരെല്ലാരും കൂടി ഒന്നിച്ചെതിർത്തു. ആർക്ക് കൊടുത്താലും ഒന്നാമത് അവന് കൊടുക്കാൻ അവർ തയ്യാറില്ല. അഞ്ചാമൻ കുറേ പറഞ്ഞു നോക്കി, പക്ഷെ അവര് തറപ്പിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന്. കിട്ടൂല എന്ന് മനസ്സിലായപ്പോ പുള്ളി വിട്ടു. തർക്കം അവര് തമ്മില്. ഞാൻ ഫസ്റ്റ്. തർക്കം, വാക്ക് തർക്കം, വാക്കത്തി കുത്ത്. കേവലം ഒരു ഇറച്ചിക്ക് വേണ്ടി അവരൊന്നാമനെ കുത്തി. കേവലം ഒരു ഇറച്ചിക്ക് വേണ്ടി. മോശം, വളരെ മോശം. ഏതാ ഇത്? ഏതെങ്കിലും കഥയായിട്ടോ സിനിമയായിട്ടോ സാമ്യം തോന്നുന്നുണ്ടോ? ഉണ്ടോ പറയടാ. ഞാൻ പറയില്ല, ബാക്കി പറയട്ടെ. അങ്ങനെ അവര് കേവല ഇറച്ചിക്ക് വേണ്ടി, ഒന്നാമനാവാൻ വേണ്ടി അവർ 5 പേരിൽ ഒരുത്തനെ കൊന്നു. ഇതേ സമയം ബാക്കിയുള്ളവർക്ക് ഇറച്ചി വാങ്ങാൻ പുറത്തു പോയ 5-ലൊരുത്തൻ, ആദ്യം പറഞ്ഞില്ലേ പെങ്ങൾ പോയെന്ന്, അവൻ നല്ല ഇറച്ചി കിട്ടാത്തതുകൊണ്ട് വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയി. എല്ലായിടത്തും മറ്റേ ബ്രോയിലർ ഇറച്ചിയാ, ഫ്രഷ് ഇറച്ചി കിട്ടാനില്ല. അങ്ങനെ അവന് ഈ ഇറച്ചി കിട്ടാത്തതിന്റെ വിഷമത്തിലിരിക്കുമ്പോ ഒരു തനി നാടൻ പെണ്ണ് ഓടിച്ചാടി വന്ന് ബൈക്കിന്റെ ബാക്കിൽ ഇരുന്നിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വരികയാണ് സുഹൃത്തുക്കളെ, വരികയാണ്. ജും ച ജും ച ജും ച ജും ച. ഇനി പറ പെങ്ങളെ, ഇത് ജീവനുള്ള കഥയല്ല. Any suggestions? Huh? അമ്മ ഞാനാ കൂട്ടറാ. ചിതു നേരത്തെ ഉറങ്ങി, എഴുതി കഴിഞ്ഞില്ല. പഴയ കഥയല്ല, പുതിയൊരു കഥയാ. കഴിയാറായി. ഞാൻ വരാം. എന്തായാലും സസ്താവട്ടെ. എല്ലാവരും വന്നിട്ട് ഇപ്പൊ എന്തിനാ ഫുഡ് കഴിച്ചോണ്ടെന്നേ. ഞാൻ വരാം. ശരി. ഫുഡായിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോടേ. ഹരി, ഓ ഞാൻ കുളിച്ചോണ്ട് വന്നപ്പോഴേ അപ്പുറത്തെ തെങ്ങിന്റെ മുകളിലൊരു ചേട്ടൻ. എന്നിട്ട് അയാൾ നിന്റെ എന്തെങ്കിലും കണ്ട അങ്ങനെ താഴെ വീണ് സത്തേന. പിന്നെ എന്നിട്ട് നിനക്കൊന്നും ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലല്ലോ. പപ്പടം ബ്രാഹ്മിൺസിനാണോടാ? അല്ലടാ പൊലേനാ വേണോ? ലൈഫ് മാൻ.